എന്ന് പറയുന്ന MLA ഇടതുപക്ഷത്തിനെതിരെ തിരിയുന്നു. എന്നിട്ട് ആ പാർട്ടിക്കെതിരെ തന്നെ അഴിമതി ആരോപണങ്ങളും മയക്കുമരുന്ന് കള്ളക്കടത്തും അതുപോലെ സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണ കള്ളക്കടത്ത് ഇത്യാദി രാജ്യദ്രോഹങ്ങളെ കുറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ പഴിചാരലുകൾ ഒരുപാട് കണ്ടു നമ്മൾ. ആ സമയത്തെല്ലാം ഉയർന്നു കേട്ട ഒന്നാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷമാണ്, മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് പരാതികൾ, കള്ളക്കേസ് പോലീസ് എടുക്കുന്നു. അത്തരത്തിൽ ദേശീയ തലത്തിൽ പോലും മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ നാണം കെടുത്താൻ വേണ്ടി, മുസ്ലിം സമുദായത്തെ നാണം കെടുത്താൻ വേണ്ടി എന്നൊക്കെ അതിന് പുതിയൊരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് PV അൻവർ എന്ന് പറയുന്ന MLA തന്നെ രംഗത്ത് വരുന്നതും മലപ്പുറം ജില്ല ആർക്കോ സ്ത്രീധനം കിട്ടിയതാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും സോഷ്യൽ മീഡിയയിലുള്ള പഴിചാരലുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോർവിളികളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ചോദിക്കാനുള്ളത്, മലപ്പുറം ജില്ല ആർക്കും തീരെഴുതി കൊടുത്തതോ സ്ത്രീധനം കിട്ടിയതോ അല്ല. മലപ്പുറം ജില്ല തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന മലയാള ഭാഷാ പിതാവിന്റെ ആ പാരമ്പര്യമാണ്, ഭക്തകവി പൂന്താനത്തിന്റെ ആ പാരമ്പര്യമാണ് മലപ്പുറം ജില്ലയ്ക്കുള്ളത്. ഒരു കാലത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനതയെയും പിന്നീട് വരുന്ന ക്രിസ്ത്യൻ ജനതയെയും ഇവരെയൊക്കെ ഒരു വാളിന്റെ തുമ്പത്ത് ഭീഷണിപ്പെടുത്തി മതം മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് ഇന്ന് മുസ്ലിം എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിയിലേക്ക് മലപ്പുറം ജില്ല മാറിയതെന്ന് ചരിത്രമൊക്കെ അറിയുന്ന ആളുകൾ കൃത്യമായിട്ടും, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് മലപ്പുറം ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല, മലപ്പുറത്തിന്റെ ചരിത്രം തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. നമ്മുടെ വിശിഷ്ട അതിഥികളെ എത്തിയിട്ടുള്ള ജയസൂര്യൻ സാർ, അതുപോലെ രാമസിംഹൻ ജി, ജാമജ ടീച്ചർ, എല്ലാ അതിഥികൾക്കും ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്കറിയാം, ജയസൂര്യൻ സാറിലേക്ക് തന്നെ നമുക്ക് ഇതിന്റെ രാഷ്ട്രീയ വശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ജയസൂര്യൻ സാർ ഇങ്ങനെ ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ബഹുഭൂരിപക്ഷം എന്നു മുതലാണ് ഇവർ വന്നിട്ടുള്ളത്? മാത്രമല്ല ഇവർക്ക് തീരെഴുതി കൊടുത്തതാണോ? ഇവിടെ ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടാവുന്നത് പോലീസിന്റെ പിടിപ്പുകേട് കൊണ്ടാണോ, അതല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് എന്തിനും ഏതിനും RSS കൂട്ടിയിണക്കിക്കൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി RSS എന്ന് പറയുന്ന 3 അക്ഷരത്തെ ഉപയോഗിക്കുന്ന ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു വീക്ഷണം ഈ ഒരു വിഷയത്തിൽ ആദ്യം വരുന്നത്? മലപ്പുറം ജില്ല എന്നുള്ളത് റവന്യൂ ജില്ലയായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് ഒരു ഭരണപരമായ രൂപവും അതിർത്തിയും നിശ്ചയിച്ചു കൊടുക്കുന്നത് ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാട് മന്ത്രിസഭയാണ്. എന്നാൽ അതിനൊരു പശ്ചാത്തലമുണ്ട്. അതിനു മുമ്പ് നടന്ന KPCC സമ്മേളനം, മഞ്ചേരി KPCC സമ്മേളനത്തോടനുബന്ധിച്ച് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസ് നയം അന്ന് ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ പോലും അത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നയത്തിന്റെ ഭാഗമായി നടപ്പാക്കപ്പെടാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആ ഒരു അലയൊലികൾ കേരളവും പ്രത്യേകിച്ച് മഞ്ചേരി ആസ്ഥാനമായി അന്നുണ്ടായിരുന്ന ആ പ്രദേശവും, അന്ന് മലപ്പുറം എന്ന പേരൊന്നുമില്ല, ആ പ്രദേശത്തും ചർച്ച ചെയ്യപ്പെടാൻ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അധിനിവേശവും ആ കാലഘട്ടത്തിന് ശേഷം 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി 6 മാസക്കാലം നിലനിന്നിരുന്നു എന്ന് മലയാളികളായ ചരിത്രകാരന്മാരും 1 വർഷക്കാലം നിലനിന്നിരുന്നു എന്ന് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും പറയുന്ന മലയാള രാജ്യം എന്ന ഇസ്ലാമിക രാജ്യം, ആ രാജ്യം ഇവിടെ അധികാരത്തോടു കൂടി തുടർന്നിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് പട്ടാളം ആ മലയാള രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നത് വരെയുള്ള 6 മാസക്കാലമോ 1 വർഷമോ നീണ്ടു നിന്ന ആ ഭരണ കാലഘട്ടം 200 വില്ലേജ് ഓഫീസുകളുടെ പരിധി വരുന്ന ഒരു പ്രദേശമായിരുന്നു മലയാള രാജ്യം എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യം. ഇതാണ് ചരിത്രം. ഞാനത് ചുരുക്കി പറഞ്ഞതാണ്. എന്നാൽ ഈ ഒരു പശ്ചാത്തലത്തെ അങ്ങേയറ്റം സമർത്ഥമായി മുതലെടുക്കാനാണ് ആദ്യം കോൺഗ്രസ് പാർട്ടിയും പിന്നീട് CPI എന്ന് അന്നറിയപ്പെട്ട ഇന്നത്തെ CPM-ഉം തയ്യാറായത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, അല്ലെങ്കിൽ LDF-ഉം UDF-ഉം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ LDF-ഉം UDF-ഉം ചെയ്തത്? അത് വളരെ വ്യക്തമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ജനാധിപത്യത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കടന്നു വന്ന കാലഘട്ടങ്ങളിൽ, നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലത്ത് ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ, സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ ഒരു പരിണിത ഫലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനു മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുക്കുന്ന KPCC തീരുമാനവും അത് അങ്ങനെ തന്നെ നടപ്പാക്കണമെന്നുള്ള മഹാത്മാഗാന്ധിയുടെ ആഗ്രഹപ്രകാരവും ആവശ്യപ്രകാരവുമുള്ള AICC ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനവും
കേരളത്തിൽ നടപ്പാക്കിയത് ഇന്ന് മലപ്പുറം ജില്ല എന്നറിയപ്പെടുന്ന പ്രദേശത്താണ്. അതിന്റെ ചരിത്ര പശ്ചാത്തലമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. മുസ്ലിങ്ങൾക്ക് കൂടുതൽ ജനസംഖ്യ തിങ്ങിപ്പാർക്കുന്നതായ പ്രദേശം എവിടെയുണ്ടോ അവിടെ ആ കാലഘട്ടത്തിന്റെ, കേരളം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പുള്ള മലബാർ സംസ്ഥാനം എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ, ആ ഒരു പ്രദേശത്തിലെ ഭൂരിപക്ഷ ജനത സംഘടിത ജനത എന്ന് രണ്ടായിട്ട് വേർതിരിഞ്ഞിരുന്നു. അതായത് ഭൂരിപക്ഷ ജനത എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈന്ദവരായിരുന്നു, സംഘടിത ജനത എന്ന് പറയുന്ന ഇസ്ലാമിക ജനതയായിരുന്നു. ഈ ഇസ്ലാമിക ജനത അന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്വഭാവം കാണിച്ചിരുന്നത് കൊണ്ട് സംഘടിതമായ അവരുടെ ഒരു പിന്തുണ ലഭിക്കാൻ വേണ്ടി അവരെ പ്രീണിപ്പിക്കുക, അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു നയം കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു. അങ്ങനെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുക്കപ്പെടുന്നത്. അപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കേരളത്തിന് നേതൃത്വം കൊടുത്ത, നാളിതുവരെ മാറി മാറി ഭരണത്തിലിരുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ പ്രത്യയശാസ്ത്രങ്ങളും അതിന്റെ നേതാക്കന്മാരും ഒരുപോലെ നടപ്പാക്കിയ ഒരു ചരിത്ര വസ്തുതയാണ് സംഘടിത വോട്ടിന് കീഴടങ്ങുക. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത വോട്ട് എന്ന് പറയുന്നത് ഇസ്ലാമിക വോട്ടാണ്. അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും. ബാക്കിയൊക്കെ സ്കാറ്റേർഡ് ആണ്. ഇപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞാൽ അതില് ഏതാണ്ട് 1000-നടുത്ത് അവാന്തര വിഭാഗങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സമുദായ സംഘടന, അതിന്റെ പേര് പറയുന്നില്ല, ഒരു ചെറിയ സമുദായ സംഘടന, 4 ലക്ഷം പേരേ ഉള്ളൂ കേരളത്തിൽ, പക്ഷെ 12 വിഭാഗമുണ്ട്. 4 ലക്ഷം ജനങ്ങൾ വരുന്ന ഒരു ഹിന്ദു സമുദായത്തിൽ 12 സംഘടനയുണ്ട്. കേരളത്തിലെ 3% റിസർവേഷൻ കിട്ടിയിരിക്കുന്ന വിശ്വകർമ്മ സമുദായത്തിൽ 315 സംഘടനകളുണ്ട്. 315 എന്ന് കേട്ടപ്പോൾ ഞാൻ തന്നെ വിശ്വസിച്ചില്ല. അപ്പൊ അവസാനം നേതാക്കന്മാർ തന്നെ പറഞ്ഞു, സത്യമാണ് സാർ, അങ്ങനെ ഉള്ളതാണ്. 0.5% പോയിട്ട് 0.25% പോലും ഇല്ലാത്ത ബ്രാഹ്മണര് 36 സംഘടനയുണ്ട്. ഏറ്റവും വലിയ സമുദായമായിട്ടുള്ള ഈ ഈഴവ സമുദായവും രണ്ടാമത്തെ വലിയ ഹിന്ദു സമുദായമായ നായർ സമുദായത്തിനാണ് ഓരോ സംഘടനകൾ വീതം എന്ന നിലയിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത്. പക്ഷെ ഇന്നും കേരളത്തിലെ ഹിന്ദു സമുദായ സംഘടനകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ അത് 1000-നടുത്ത് വരും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അവരുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. കാരണം അവർ 1000-ആയിട്ട് വേർതിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഒരു ശക്തമായ വോട്ട് ബാങ്ക് അല്ല. അപ്പോൾ ആദ്യ കാലഘട്ടം മുതൽ 1921 കലാപത്തിന് മുമ്പ് മുതൽ തന്നെ കോൺഗ്രസ് പാർട്ടി ഇത് മനസ്സിലാക്കുകയും എന്നിട്ട് സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പിച്ചു നിർത്തിയാൽ അവരുടെ പിന്തുണ ലഭിക്കും എന്ന ഒറ്റ കാരണം കൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുക്കുകയും തുടർന്ന് ഇങ്ങോട്ട് നടന്ന എല്ലാ കാലഘട്ടങ്ങളിലും ആ ഒരു പ്രീണന മനോഭാവം കോൺഗ്രസ് പുലർത്തുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടി, കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു, ഭാരതത്തിനോടൊപ്പം സ്വാതന്ത്ര്യം നേടി സംസ്ഥാനം പദവിയിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന CPI, അന്ന് CPI എം അല്ല, EMSന്റെ ആദ്യത്തെ മന്ത്രിസഭ കോൺഗ്രസിന്റെ ഈ പ്രീണന സമീപനത്തെ കടത്തിവെട്ടാൻ വേണ്ടി ഇസ്ലാമിക വോട്ട് ബാങ്ക് കോൺഗ്രസിൽ പോകാതെ CPIക്ക് കിട്ടണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി മലപ്പുറം ജില്ല രൂപീകരിക്കുകയുണ്ടായി. ആ മലപ്പുറം ജില്ലയെ അന്ന് ശക്തമായിട്ട് എതിർത്തത് ഇന്നത്തെ BJPയുടെ അന്നത്തെ രൂപമായിട്ടുള്ള ജനസംഘം, അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ടാണ് CPM ഇപ്പോഴും പറയുന്നത് മലപ്പുറത്തിനെതിരായിരുന്നു BJPയും കോൺഗ്രസും എന്നാണ്. സത്യമാണ്, ആ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് എതിര് തന്നെയായിരുന്നു. അങ്ങനെയാണ് ഈ മലപ്പുറം എന്നുള്ള ഒരു വികാരം ഒരു മതവികാരമായി മാറുന്നത്. ഇത് ക്രൈസ്തവർക്കും വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു വിഷയമാണ്. അപ്പോ ക്രൈസ്തവര് അന്ന് മുതൽ തന്നെ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് ഒരു ജില്ല വേണം. മുസ്ലിങ്ങൾക്ക് മലപ്പുറം കൊടുത്തെങ്കിൽ ഞങ്ങൾക്ക് ഒരു ജില്ല വേണം. എന്തായാലും അവസാനം ക്രൈസ്തവർക്ക് 2 ജില്ല കൊടുത്തുകൊണ്ടാണ് അത് പരിഹരിച്ചത്. ആദ്യം ഇടുക്കി കൊടുത്തു, രണ്ടാമത് പത്തനംതിട്ട കൊടുത്തു. ഇതൊന്നും പുറമെ ആരും പറയുകയില്ലെങ്കിലും അകമെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ചർച്ചാ വിഷയം ഇതായതുകൊണ്ട് ഞാനത് തുറന്നു പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ മുസ്ലിമിന് ഒരു മലപ്പുറം കൊടുത്തപ്പം ക്രിസ്ത്യാനിക്ക് 2 ജില്ല കൊടുത്തു, ഒരു ഇടുക്കിയും ഒരു പത്തനംതിട്ടയും. നമുക്ക് അന്ന് 3 യൂണിവേഴ്സിറ്റികളാണ് പ്രധാനമായിട്ടും കേരളത്തിലുണ്ടായിരുന്നത്. തിരുവിതാംകൂർ അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുസ്ലിങ്ങൾക്കുള്ളത്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്രിസ്ത്യാനിക്ക്, കേരള യൂണിവേഴ്സിറ്റി ഹിന്ദുവിനും. ഈ രീതിയിലാണ് വെച്ചിരുന്നത്. ഇപ്പൊ പിന്നെ 20 യൂണിവേഴ്സിറ്റി ആയി. അത് ആർക്കൊക്കെയാണെന്നുള്ളത് അതിന്റെ ലിസ്റ്റ് എടുത്താലേ നമുക്ക് മനസ്സിലാവും.
അപ്പോൾ കേരളത്തില് ഈ ഒരു പ്രീണന ശൈലി ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസും അത് സമർത്ഥമായി ഉപയോഗിച്ചത് കമ്മ്യൂണിസ്റ്റുകാരുമാണ്. ഇതാണ് ഇതിന്റെ രാഷ്ട്രീയ ചരിത്ര പശ്ചാത്തലം. ഇന്ന് തിരിച്ചു പോകാൻ വയ്യാത്ത വിധത്തിൽ അരക്കിട്ടുറപ്പിച്ചു കഴിഞ്ഞ ഒരു രാഷ്ട്രീയ സമവാക്യ, സാമൂഹിക സമവാക്യ, സാമുദായിക മത സമവാക്യ ഘടനകളായി കേരളത്തെ മാറ്റാനുള്ള ചരിത്ര പശ്ചാത്തലമാണ് ഞാൻ ഇവിടെ ചുരുക്കി പറഞ്ഞത്. ഇതുകൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടായത്? ഇപ്പൊ ഇവിടെ ബൈജു സൂചിപ്പിച്ചതുപോലെ തുഞ്ചത്തെഴുത്തച്ഛൻ, മലയാള ഭാഷയുടെ പിതാവ്, ഇന്നും തടവിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് മുഖം കാണിക്കാൻ അവകാശമില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ പോലും സ്ഥാപിക്കാൻ കേരളത്തില് അദ്ദേഹത്തിന്റെ ജന്മസ്ഥാനത്ത് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിൽ മലപ്പുറം ജില്ലയെ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു LDFും UDFും. അല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ അവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അത് ഏതായാലും സാധിച്ചിട്ടില്ല. അത് വേണമെന്ന് പറയാനുള്ള ആർജവം UDFിനുമില്ല, LDFിനുമില്ല. അത് വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവര് വർഗീയവാദികളായി മാറുകയും ചെയ്യും. അതാണല്ലോ ഇന്ന് കാണുന്ന കാഴ്ച. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുകയും അതിന് മതേതരമായിട്ടുള്ള, ജനാധിപത്യപരമായിട്ടുള്ള ഒരു പരിവേഷം കൊടുക്കുകയും ചെയ്യുന്നു. അതിനെ ആരെങ്കിലും എതിർത്തു നിന്നിരിക്കട്ടെ. തുഞ്ചത്തെഴുത്തച്ഛൻ മുസ്ലിം അല്ല, ക്രിസ്ത്യാനി അല്ല, ഹിന്ദു അല്ല, മലയാളിയാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ അത് മതേതര വിരുദ്ധമാണ്, അത് വർഗീയമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനെ ഇത്ര ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് ലക്ഷദ്വീപിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ലക്ഷദ്വീപ് BJPയിലെ പ്രഭാരിയാണ്. ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. ഞാൻ ആദ്യം അവിടെ ചെല്ലുമ്പോൾ അവിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഇല്ല. മഹാത്മാഗാന്ധിയുടെ പ്രതിമ വെക്കാൻ പാടില്ല എന്ന് ആരോ പറഞ്ഞു. ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആരും ഒന്നും മിണ്ടുകയില്ല. അപ്പൊ ആരൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആളിന്റെ പേരില്ല. അപ്പോൾ അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് വന്ന പട്ടേൽ അദ്ദേഹം പറഞ്ഞു, മഹാത്മാഗാന്ധിയുടെ പ്രതിമ വെക്കണോ വേണ്ടയോ എന്ന് ആരോട് ചോദിക്കുന്നില്ല, പ്രതിമ അങ്ങ് വെക്കുകയാണ്. ഇനി ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് ഞാൻ നേരിട്ടോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പ്രതിമ അവിടെ സ്ഥാപിച്ചു. അവിടുത്തെ തലസ്ഥാന ദ്വീപായിട്ടുള്ള അവിടെ കവരത്തിയിൽ തന്നെ അത് സ്ഥാപിച്ചു. ഞാൻ അവിടെ പോയി ആ പ്രതിമ കണ്ടു. ഒരു പ്രശ്നവുമില്ല, അവിടെയൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയില് തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ അങ്ങോട്ട് സ്ഥാപിക്കാൻ ആരെങ്കിലും തീരുമാനിക്കുകയും സ്ഥാപിക്കുകയും ചെയ്താൽ ആരും അനങ്ങാൻ പോകുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? പ്രശ്നമില്ലാത്തിടത്ത് പ്രശ്നമുണ്ടോ എന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടി അങ്ങ് വരുത്തി തീർക്കുകയാണ്. അതോടൊപ്പം മാധ്യമങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടല്ലോ. അപ്പോൾ ഞാൻ മാധ്യമങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്? അപ്പൊ അവർ പറയും, ഞങ്ങൾക്ക് ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കാനേ പറ്റൂ. ഞങ്ങളുടെ വ്യൂവേഴ്സ് എന്താ ആഗ്രഹിക്കുന്നോ അത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് വ്യൂവേഴ്സിന്റെ ഭൂരിപക്ഷം അനുസരിച്ച് ഞങ്ങൾ നിലപാടെടുക്കും. ഇനി നിങ്ങൾ BJPക്കാർ ഏതെങ്കിലും ഒരു സമയത്ത് കേരളത്തിൽ 30% മുകളിൽ വോട്ട് പിടിച്ചാൽ ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ പത്രം നിങ്ങൾക്ക് വേണ്ടി എഴുതും, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. അതാണ് ഞങ്ങളുടെ നിലപാട്. അല്ലെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാണ്, വേറൊന്നും തോന്നരുത്, സത്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇതാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ വളരെ സൗമ്യമായ ഭാഷയിലാണ് ഇപ്പോൾ ഈ വിഷയം അവതരിപ്പിച്ചത്. ഇത് ഇങ്ങനെ അല്ല അവതരിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയാം. കാരണം രാമസിംഹനും ടീച്ചറും ഒക്കെ ഉള്ളപ്പോ അവരിതിന്റെ കുറെ കൂടെ രൗദ്രമായ യഥാർത്ഥ ഭാവം പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ രണ്ടാമത്തെ ഊഴത്തിൽ ഞാൻ ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ചരിത്ര പശ്ചാത്തലത്തിന്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ വളരെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയാൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്: സംഘടിത മുസ്ലിം വോട്ടിനെ പ്രീണിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ തീരുമാനമെടുത്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുത്ത് അതിനുള്ള അരങ്ങൊരുക്കി. അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടി ആദ്യത്തെ മന്ത്രിസഭ ഭരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവസരം കിട്ടിയപ്പോ അവര് കോൺഗ്രസിനെ കടത്തിവെട്ടാൻ വേണ്ടി മലപ്പുറം ജില്ല തന്നെ കൊടുത്ത് വീണ്ടും ഈ പറഞ്ഞ പ്രീണനം അരക്കിട്ടുറപ്പിച്ചു. ഇന്ന് തിരിച്ചു പോരാൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ ചാനലുകളും മാധ്യമങ്ങളും പത്രപ്രവർത്തകരും ബുദ്ധിജീവികളും എഴുത്തുകാരും സാംസ്കാരിക നായകൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരും അങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവിടെ നിന്നൊരു മോചനമാണ് ആവശ്യം. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച ഈ മോചനത്തിന്റെ വഴിയിലുള്ള ഒരു നാന്തി ആവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനിപ്പോ തൽക്കാലം ഈ ആശയം സമർപ്പിക്കുകയാണ്.
ശ്രീ രാമസിംഹൻജി, നമ്മൾക്കറിയാം അങ്ങ് 1921 നടന്ന മുസ്ലിം വർഗീയ കലാപത്തിന്റെ, ലോകം കണ്ട ഏറ്റവും മൃഗീയപരമായിട്ടുള്ള കലാപത്തിന്റെ ആ ദൃശ്യം, അതൊക്കെ ദൃശ്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആ രീതിയിലേക്ക് സിനിമ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. അതിന്റെ ചരിത്രം പൂർണ്ണമായിട്ട് അങ്ങേക്ക് അറിയാം എന്നുള്ളതാണ്. ഈ മലപ്പുറം, എന്റെ ഒരു സംശയമാണ് സാർ, ഈ മലപ്പുറം ജില്ല പണ്ട് കാലം മുതലേ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമായിരുന്നു. എന്റെ ജില്ല കൂടിയാണ്, എന്റെ നാട് കൂടിയാണ്. എന്റെ തലമുറകൾ പകർന്നു തന്നിട്ടുള്ള അറിവ് വെച്ച് ഇവിടെ ഭൂരിപക്ഷം ഹിന്ദുസ് തന്നെയായിരുന്നു. പിന്നീട് വാളിൻ തുമ്പ് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇവർ മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് മാറിയതെന്നൊക്കെ ചരിത്രം അറിയുന്നവർക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണ് സാറിന്റെ ഒരു വീക്ഷണം വരുന്നത്? കാരണം ഇന്നിപ്പോൾ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഞമ്മന്റെ ഒരു നാട്, ഞമ്മന്റെ രാജ്യമായി മാറിയിരിക്കുന്ന അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രൂരമായിട്ട് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ആ ഒരു ജനത മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് സാറിന്റെ ആ ഒരു വീക്ഷണം വരുന്നത്? മലപ്പുറം എന്നുള്ള പേര് നമുക്ക് മാറ്റി നിർത്തിയാൽ ഏറനാട് എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതമായ വാക്ക്. ഏറനാടിൽ അതിൽ തന്നെ ഒരു ഏറാടിമാരുണ്ട്. സാമന്ത സമൂഹം മലപ്പുറത്ത് കൃഷി ചെയ്ത് ഗോക്കളെ വളർത്തി മേയിച്ച് നടന്ന ഒരു ഇടമാണ് അത് ശരിക്ക് ഏറനാട്. അതായത് ഒരു പക്ഷേ വേണമെങ്കിൽ ജാതി വ്യവസ്ഥയ്ക്ക് ഇപ്പൊ പറയുന്ന വലിയ ജാതി വ്യവസ്ഥ പറയുന്നതിന് പകരം അന്ന് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നമ്പൂതിരിമാരും നായന്മാരും സമ്മേളിച്ചിട്ടുണ്ടായ സാമന്ത സമൂഹം, ആ സാമന്ത സമൂഹമായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അവര് ഈ പറയുന്ന മാതിരി ക്രൂരമായിട്ടുള്ള ജന്മികളൊന്നും ആയിരുന്നില്ല, ഭക്തരായിരുന്നു കൂടുതലും. അതുകൊണ്ട് തന്നെയാണ് ഏറിനെ അടിച്ചു നടന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഏറാടിമാരും ഈ സാമന്ത സമൂഹം ജീവിച്ചിരുന്ന ഒരു, അതായത് ഏറനാടും വള്ളുവനാടും കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം, പാലക്കാട് മുതൽ നിലമ്പൂര് വരെയുള്ള ഒരു സംസ്കാരം, അത് കേരളത്തിന്റെ ഉത്തമ സംസ്കാരമായിരുന്നു യഥാർത്ഥത്തിൽ, കാർഷികമായിട്ടും മറ്റ് കാര്യങ്ങളായിട്ടും. പിന്നീട് ആധുനികരാണ് ഇപ്പൊ പറയുന്നത് അവിടെ ജന്മിത്ത വ്യവസ്ഥ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് രേഖയിൽ അവിടെ ജന്മിയകളും കുടിയാന്മാരും ഏറ്റവും സൗഹൃദത്തിൽ കേരളത്തിൽ ജീവിച്ച ഏരിയ ആയിരുന്നു ഈ പറയുന്ന ഏറനാട്, ഇപ്പോഴത്തെ മലപ്പുറം. അപ്പൊ ആ രീതിയിൽ സാംസ്കാരികപരമായിട്ട് എന്തുകൊണ്ട് മുന്നോട്ട് എന്നുള്ളത് കൃത്യമായിട്ട് വായിച്ചു പറഞ്ഞു കഴിഞ്ഞു. തുഞ്ചത്ത് എഴുത്തച്ഛൻ മാത്രം മതി, വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഭാഷയുടെ പിതാവിന്റെ സ്ഥലം. അതേപോലെ തന്നെ നമുക്ക് ഏറനാട് വള്ളുവനാട് കൂട്ടുമ്പോൾ അതിലേക്ക് ആര് ഉൾപ്പെടും? നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ മുതൽ അങ്ങ് സാഹിത്യകാരന്മാര്, സംഗീതം തുടങ്ങി കേരളത്തിന്റെ കലാപരമായിട്ടുള്ള നൃത്ത കാര്യങ്ങളൊക്കെ എന്തിനാ പറഞ്ഞത്, നമ്മുടെ ഷൊർണൂരിലെ കലാകേന്ദ്രം പോലും അങ്ങനെയാണ് വരുന്നത്. കാരണം കലയുടെ ഒരു മേളനം ഉണ്ടായിരുന്ന ഇടമാണ് സാംസ്കാരികപരമായിട്ട് കേരളത്തിൽ ഏറ്റവും മുന്നോട്ട്. ഇപ്പൊ നമ്മൾ ഏറാടിമാര് പോയിട്ട് അത് കഴിഞ്ഞിട്ട് സാമൂതിരി അവിടെ ഭരണത്തിൽ നിന്നപ്പോഴും നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഈ സൗത്ത് ഇന്ത്യയില് വേണമെങ്കിൽ ഒരു ഏറ്റവും മികച്ചു നിന്ന, സാംസ്കാരികപരമായി മികച്ചു നിന്ന ഒരു ഏരിയ. മറ്റു മാത്രമല്ല, അത് അവിടെ തന്നെയായിരുന്നു ആദ്യത്തെ തുറമുഖം ഉണ്ടായിരുന്നത്. പൊന്നാനി ഉൾപ്പെടുന്ന നമുക്ക് ഈ ഫറോക്ക് മുതൽ അങ്ങനെ പോവുകയാണെങ്കിൽ ആദ്യത്തെ തുറമുഖം, ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമ്പൽ സമൃദ്ധിയിൽ ആറാടിയിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. അതിന് ഉദാഹരണം ഒന്ന് മഞ്ചേരി നിലമ്പൂർ കോവിലകം എടുക്കുക. നിലമ്പൂർ കോവിലകം പോലും രാജാവ് അല്ലെങ്കിൽ മറ്റേ ഈ സാമുദ്രിയുടെ കീഴിലുള്ള ഒരു രാജാവ് എന്ന നിലയിലില്ല, പകരം ഇവരൊക്കെ ക്ഷേത്രത്തിന്റെ കീഴിലായിരുന്നു. അതായത് ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ കീഴിലാണ് ഭൂമി ഉണ്ടായിരുന്നത്. നിലമ്പൂര് മുഴുവനും ഒരു ക്ഷേത്രത്തിന്റെ കീഴിലായിരുന്നു, ശിവക്ഷേത്രത്തിന്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നിന്ന ഏറ്റവും മികച്ചു നിന്ന ഒരു സമൂഹമായിരുന്നു ഈ ഈ പറയുന്ന നമ്മുടെ ഏറനാട്. ആ ഏറനാടിലേക്ക് എങ്ങനെയാണ് ഈ ഇസ്ലാമിക ഭൂരിപക്ഷം ഉണ്ടായത് എന്ന് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ചരിത്രം എടുത്ത് നോക്കിയാൽ എവിടെയൊക്കെ ടിപ്പു സുൽത്താൻ ക്യാമ്പ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഇസ്ലാം വളർന്നിട്ടുണ്ട്. ടിപ്പു സുൽത്താന്റെ ക്യാമ്പുകൾ, ടിപ്പു സുൽത്താൻ റോഡ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മുസ്ലിങ്ങൾ വളർന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഗുരുവായൂർ എടുക്കുക. ഇവിടെ നിന്ന് എവിടെ വരെയാണ് ടിപ്പു പോയത്? ആലുവ വരെ പോയിട്ടുണ്ട്. പോയപ്പോ എവിടെയൊക്കെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ മുസ്ലിങ്ങൾ വളർന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? എല്ലാവർക്കും അറിയാം. നിരത്തി പിടിച്ച് വാളിന്റെ മുന്നില് സുന്നത്ത് ചെയ്ത ജാമ്യത്തിൽ ചെറുക്ക അക്കാര്യത്തിൽ പറയും, ഇസ്ലാം വളർന്നത് ഒരിക്കലും വിശ്വാസപരമായിട്ടുള്ള മാറ്റമായിരുന്നില്ല, പകരം വാളിന്റെ മുന്നില് മാറ്റപ്പെടുകയായിരുന്നു.
അങ്ങനെ വാളിന്റെ മുന്നിൽ മാറ്റപ്പെട്ട ഏറ്റവും വലിയ കേരളത്തിലെ ഈ ഇസ്ലാമിക സമൂഹം. അത് മാത്രമല്ല, ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ അവിടെ സ്കൂൾ ഉണ്ടായിരുന്നില്ല, എന്നാൽ മദ്രസകൾ ധാരാളം ഉണ്ടായിരുന്നു. നമുക്ക് ഏറനാട്ടിൽ ചരിത്രം പഠിക്കുമ്പോൾ ഈ ആധുനിക വിദ്യാഭ്യാസം ഒട്ടും കൊടുത്തിരുന്നില്ല അവർ മുസ്ലിങ്ങൾക്ക്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ കാലഘട്ടത്തിന് ശേഷം, ഏത് ടിപ്പു അവിടെ വന്ന് അവിടെ മതപരിവർത്തനം നടത്തിയതിനു ശേഷം അവിടെ സ്കൂൾ തുടങ്ങിയില്ല, പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നില്ല, മദ്രസ. അത് ഏറ്റവും, അതായത് ഇന്നിപ്പോ നമ്മൾ പറയുന്ന ഹാർഡായിട്ടുള്ള ഇറാനിയൻ അല്ലെങ്കിൽ ഇപ്പൊ സൗദി അറേബ്യ മുമ്പുണ്ടായിരുന്ന വഹാബികളുടെ അല്ലെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമി ആശയങ്ങൾ ഏറ്റവും കൂടുതൽ അന്ന് പ്രചരിപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ പുതുതായിട്ട് വരുന്ന. എപ്പോഴും അങ്ങനെ പ്രത്യേകമുണ്ട്. ഇപ്പൊ ഞാൻ നാളെ മുസ്ലിം ആയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഹാർഡായിട്ടുള്ള മുസ്ലിം ആയിരിക്കും. ഒരു കൺവെർട്ടഡ് മുസ്ലിമിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അവനാണ് ആദ്യം ബോംബ് വെക്കാൻ വേണ്ടി പോകുക. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ കേരളത്തിൽ നിന്ന് ഈ സിറിയയിലേക്ക് പോയ സ്ത്രീകളെയൊക്കെ എടുത്തു നോക്കൂ, വളരെ കുറച്ചു കാലം 3-4 മാസം കൊണ്ട് അവർ ഇസ്ലാമിനെ ആശ്ലേഷിക്കുകയും അത് പ്രകാരം പിന്നെ അവർ നേരെ പോകുന്നതിനാണ് ബോംബായിട്ട് മാറുക ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും പെട്ടെന്ന് റാഡിക്കലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് മുസ്ലിംസ്. ഇന്ന് ലെബനാന്റെ ചരിത്രം, ഞാൻ ലെബനാന്റെ നമുക്ക് ഏറ്റവും ഉദാഹരണം, മലപ്പുറവും ലെബനാനെ നമുക്ക് വേണമെങ്കിൽ കൂട്ടി യോജിപ്പിക്കാം. ലെബനാൻ എന്ത് സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു, ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ലെബനാന്റെ നല്ല മനസ്സുകൊണ്ട് എന്ത് ചെയ്തു, ലെബനാനിലേക്ക് ഇതര സ്റ്റേറ്റിൽ നിന്ന് വന്ന എല്ലാ മുസ്ലിങ്ങളെയും അസ്സലാമു അലൈക്കും പറഞ്ഞ് അകത്തേക്ക് കയറ്റി വെച്ച്. എന്തായി ലെബനാൻ? ലെബനാൻ എന്ന് പറയുന്നത് ഇപ്പോഴും അറിയില്ല ലെബനാൻ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു എന്ന്. നമ്മുടെ ആധുനിക അടുത്ത കാലത്താണ് അത് മുസ്ലിം രാജ്യമായി മാറിയെന്ന് പോലും ഈ പറയുന്ന എന്താണ് മറ്റേ ഈ തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കുന്ന യുവത്വത്തിന് പോലും അറിയില്ല ഈ ലെബനാൻ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു എന്ന്. അവിടേക്ക് അവര് സഹായിച്ചവര് അവിടേക്ക് വന്നു കയറി പിന്നെ എന്താ ഉണ്ടായത്? ഈ പറയുന്ന തീവ്രവാദം ഉണ്ടായത്. ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ഇപ്പൊ നമ്മൾ പ്രീണനം കൃത്യമായിട്ട് പറഞ്ഞു, ജയസൂര്യ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് പ്രീണിപ്പിച്ചത്. ഈ പ്രീണിപ്പിക്കുന്നതിന് മറ്റൊരു തലം എന്ന് പറയുന്നത് ക്രിമിനലുകളെ സംരക്ഷിക്കുക എന്നുള്ളത് രണ്ടാമത്തെ തലമാണ്. അതായത് അവർ ചോദിച്ചാൽ അവർ ഇടപെടുന്ന ഒരു കേസും മുന്നോട്ട് കൊണ്ടുപോവാതിരിക്കുക, അല്ലെങ്കിൽ അതില് അന്വേഷണം നടത്താതിരിക്കുക. ഒന്ന് ഉദാഹരണമായിട്ട് ഇപ്പൊ കേരളത്തിലെ എല്ലായിടത്തും ക്യാമറ വെച്ചു. ഈ നമ്മുടെ എന്താണ് എല്ലാ ചെക്ക് പോസ്റ്റിലും ക്യാമറ വെച്ചു, എല്ലാ കാര്യങ്ങളും വെച്ചു. മലപ്പുറത്ത് എത്ര ക്യാമറ ഉണ്ട് വെച്ചു? ഈരാറ്റുപേട്ട ക്യാമറ ഇല്ല രാമസിംഹൻജി, ഈരാറ്റുപേട്ട ക്യാമറ വെക്കില്ല, മലപ്പുറത്ത് ക്യാമറ വെക്കില്ല. നിങ്ങൾ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളും നടന്നു പോകും. ഹെൽമെറ്റ് വെക്കാതെ 99% യാത്ര ചെയ്യുന്ന ഒരൊറ്റ ജില്ലയേ ഉള്ളൂ, അത് മലപ്പുറമാണ്. 99%. 99 ഹെൽമെറ്റ് അവിടെ ഉപയോഗിക്കില്ല. കാരണം എന്താ? നിയമം അവർക്ക് ബാധകമല്ല. ഇനി വേറൊന്ന്, അപ്പൊ നമുക്കറിയാം ഇത് ഈ താലിബാനിസത്തിലേക്ക് വരുന്നതിന്റെ ഒരു ഉദാഹരണം. ഇന്ന് മലപ്പുറത്ത് പോയിട്ട് ഒരു ബിൽഡിംഗ് നിങ്ങൾ വാടകയ്ക്ക് എടുക്കുകയാണ്, ഹോട്ടലായിട്ട് വാടകയ്ക്ക് എടുക്കാന്ന് വെച്ചു. അവിടെ വേറൊരു എഗ്രിമെന്റ് വെക്കണം. ഇത് നിങ്ങൾ വിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ പോലും റമദാൻ മാസത്തിൽ ഇത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഇത് മലപ്പുറത്തുള്ള നിലവിലുള്ള സ്ഥിതിയാണ് പറയുന്നത്. അപ്പൊ റംസാനിൽ അവിടെ തുറക്കാൻ പാടില്ല. ഞാൻ പലപ്പോഴും കുടിക്കേണ്ടി, നമുക്ക് ഈ ഷുഗറിന്റെ അസുഖമുള്ളവർക്ക് പെട്ടെന്ന് പോകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് ആഹാരം കഴിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുക, നമുക്ക് വെള്ളം കിട്ടില്ല അവിടെ. പിന്നെ നമ്മൾ പോകണം. മലപ്പുറം ജില്ല എന്ന് ഒരാൾക്ക് പെട്ടെന്ന് ഇത് വന്നു കഴിഞ്ഞാൽ വെള്ളം തരില്ല, ഒരു ജ്യൂസ് കുടിക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ വിട്ടു പോകണം അടുത്ത ജില്ലയിലേക്ക്, പാലക്കാടിലേക്ക് കയറിയാലേ നമുക്ക് എന്തെങ്കിലും വെള്ളം കിട്ടുള്ളൂ. അപ്പൊ നിയമം പതിയെ 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 എന്താ ഇസ്ലാമിക നിയമമായി ശരീഅത്ത് ദൈവമായിട്ട് മലപ്പുറത്തിന് മാറി. അവിടെ നമ്മുടെ കോടതികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പോലീസിനോ ഇപ്പൊ തന്നെ സംഭവിക്കുന്ന ആലോചിക്കൂ. ഈ അൻവർ സ്ക്രൂ ചെയ്യുമ്പോ അത് ചെയ്ത് അവിടുത്തെ പോലീസ് മേധാവികളെ മാറ്റി എഴുതുമില്ല. കാരണം അവിടെ സാറിന് ഇങ്ങോട്ട് തിരിച്ചു വിളിക്കണം. ക്രിമിനലുകളെ സാർ എന്ന് വിളിക്കുന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിലനിർത്തുള്ളൂ. അവിടുത്തെ എന്ത് പോക്കത്തിലും കാണിക്കണമെങ്കിലാണ്. നമുക്കൊന്നും വേണ്ട, നമുക്ക് ഒരു 2 വർഷത്തെ പോക്സോ കേസുകൾ എടുക്കുക, മദ്രസ കേസുകൾ എടുക്കുക, 2 വർഷത്തെ. ബൈജു നമ്മൾ ചോദിച്ചാൽ വിവരാശ തരില്ല. കാരണം അത്ര മാത്രം പോക്സോ കേസുകൾ ഈ മലപ്പുറം ജില്ലയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന അയ്യോ മലപ്പുറം ജില്ലയെ കളിയാക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സ്വർണ്ണക്കടത്തില് എപ്പോഴും വരുന്ന പേരേതാണ്? സ്വർണ്ണക്കടത്ത്, പിന്നെ മറ്റേ ബ്ലാക്ക് മണി, ഇതിൽ എപ്പോഴും വരുന്ന പേരാണ് മലപ്പുറം ആണല്ലോ. ഒരു സംശയം വേണ്ട.
മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത് സ്വർണ്ണക്കടത്തും കാര്യങ്ങളും വരുന്ന ഈ കള്ളക്കടത്തും വരുന്നത്. പിന്നെ നമുക്കറിയാവുന്നത് കൊടുവള്ളിയാണ് കോഴിക്കോട് ജില്ലയിൽ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഇപ്പൊ ലബനാൻ അല്ലെങ്കിൽ ഇപ്പൊ ഹമാസ് അല്ലെങ്കിൽ എന്താ അതേപോലെ തീവ്രവാദങ്ങൾ IS എന്ന തീവ്രവാദികൾ അവരെങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റിൽ വന്നിട്ട് എങ്ങനെയാണ് അവർ ആ സ്റ്റേറ്റിനെ കീഴടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അഫ്ഗാനിസ്ഥാൻ എന്തായി എന്നുള്ളത് നമുക്കറിയാം. ബംഗ്ലാദേശിന്റെ അവസ്ഥ ഇന്നെന്തായി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ പറയുന്ന സമൂഹം അവിടുത്തെ എന്താണ് ഭൂരിപക്ഷമാവുമ്പോ ഇനി നമുക്ക് മറ്റൊന്നും കൂടി ചിന്തിക്കണം. മലപ്പുറം ജില്ല പാകിസ്ഥാനിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ ആവശ്യമുള്ള ഉന്നയിച്ചാണ്. മലപ്പുറം ജില്ല പാകിസ്ഥാനിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ, പക്ഷേ കരതൊട്ടിട്ടല്ലാതെ അതിർത്തി പ്രദേശങ്ങളിലല്ലാതെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിയതാണ്. ഇനി മറ്റൊരു വളരെ ഗൗരവമായ വിഷയം ഞാൻ പറയാം. ഒന്ന്, മലപ്പുറം തൊട്ട് നമുക്ക് മലപ്പുറം തൊട്ട് കാസർഗോഡ് വരെ എടുത്താൽ മുസ്ലിം ഭൂരിപക്ഷമായി കഴിഞ്ഞു. ഏകദേശം തൊട്ടടുത്ത് കിടക്കുന്ന ദ്വീപ് മുസ്ലിം ഭൂരിപക്ഷമാണ്. അത് പതിയെ കർണാടക മൈസൂർ വരെ ആക്കി കഴിഞ്ഞു. അപ്പൊ സ്റ്റേറ്റിന്റെ അകത്ത് മറ്റൊരു സ്റ്റേറ്റ് എന്നുള്ള കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ആശയം നമ്മൾ വിചാരിക്കുക അത്ര ഗൗരവമുള്ളതല്ല. പക്ഷെ കട്ടിംഗ് സൗത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മലപ്പുറം ജില്ല, ദ്വീപ്, കാസർഗോഡ്, കർണാടകയുടെ മൈസൂർ വരെ ഒറ്റക്കെട്ടായി ഇവര് ഇപ്പൊ ഇന്നലെയൊക്കെ ഫേസ്ബുക്കിൽ ആഹ്വാനം വന്നു തുടങ്ങി. കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ എളുപ്പമാണ്, കാരണം നമ്മൾ അത്രയും നമ്മൾ ഒരുമിച്ച് നിന്നാൽ മതി. ബാക്കിയുള്ളവർ ചിതറിക്കിടക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഹിന്ദു ചിതറിക്കിടക്കുകയാണ്. നായരും നമ്പ്യാരും ഈ പറയുന്ന പറയനും പുലയനുമായി ചിതറിക്കിടക്കുകയാണ്. ക്രിസ്ത്യാനിയും ചിതറിക്കിടക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് നിന്നാൽ കേരളത്തിന്റെ ഭരണം അങ്ങ് 2050 പോണ്ട, ഉടനെ നമുക്ക് ഇസ്ലാമിസ്റ്റുകൾക്ക് പിടിച്ചെടുക്കാം എന്നുള്ള ആഹ്വാനം ഇപ്പൊ വന്നു തുടങ്ങി. സത്യമാണ്. അപ്പൊ ഒരു തുഞ്ചത്തെഴുത്തച്ഛന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം താലിബാനിസം വളർന്നു എന്നുള്ളതാണ്. യാതൊരു സംശയവും വേണ്ട. അവിടെ തീവ്രവാദമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ അടുത്ത കാലത്താണ് നോർത്ത് ഇന്ത്യ എന്നൊരു പത്രസുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് അവർക്ക് ഈ മതമാറ്റ കേന്ദ്രം ഒന്ന് കാണണമെന്ന്. അവിടെ കടുപ്പിച്ചില്ല. അവരൊരു 4 കിലോമീറ്റർ മുമ്പിൽ വെച്ച് തടഞ്ഞു. 4 കിലോമീറ്റർ മുമ്പിൽ തടഞ്ഞു. എത്ര ഈ സത്യസരണി എന്ന് പറഞ്ഞൊരു ഗൂഢസംഘം തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്തേക്ക് ആൾക്ക് പോകാൻ പറ്റും. നമുക്ക് ചില പ്രദേശങ്ങൾ ഇങ്ങനെ എടുക്കുക. ഒന്ന് മലപ്പുറം ജില്ല എടുക്കുക, സ്വാധീനമുള്ളത്. തിരുവനന്തപുരത്ത് ഒരു ഏരിയ മൊത്തം എങ്ങനെയാ, നമുക്ക് വിഴിഞ്ഞം മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പൂന്തുറ, കലാപട്ട സ്ഥലമാണ് പൂന്തുറ അല്ലെ, പൂന്തുറ ആ ഒരു ഏരിയ എടുക്കുക. ഈരാറ്റുപേട്ട എടുക്കുക. ഈരാറ്റുപേട്ടയുടെ അവസ്ഥ ഇന്നെന്താണ്? അവിടെ ആ ഈരാറ്റുപേട്ടയിലെ എല്ലാം മാറ്റണം എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മള് ഈ ഇസ്ലാമിക സമൂഹം ഒരുമിച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഈ ജനന ബോംബ്, അതാണ് ശരിക്കും പറയുന്നത്. എല്ലായിടത്തും സംഭവിച്ചത്, ലബനാനും സംഭവിച്ചതാണ്. പെറ്റി പെരുകി കൂട്ടിയതാണ്. നമ്മൾ ആരും പറയാൻ, കാരണം എന്റെ ഉമ്മ 8 പ്രസവിച്ചു, എന്റെ ബാപ്പ 2 ഉമ്മയ്ക്ക് 16 എണ്ണം ഉണ്ട്. ആ 16 എണ്ണത്തിൽ ഓരോന്നും 9ഉം 10ഉം ആയിട്ട് ഡിവൈഡ് ചെയ്യുക അടുത്തത്. അതിൽ ഏറ്റവും കുഞ്ഞുങ്ങൾ കുറവുള്ളത് ഞാൻ മാത്രമാണ്, എനിക്ക് മാത്രമാണ് 2 കുട്ടികൾ. ബാക്കി 3, 4, 5, 6, 7, 8, 9, 10 വരെയുള്ള ആൾക്കാരുണ്ട്. ഒരു പ്രദേശത്ത് പെട്ടെന്ന്, അതല്ലേ എളുപ്പല്ലേ. നമ്മൾ വിചാരിക്കും ഇത് പണ്ട് നമ്മള് ഈ ചതുരംഗ കളത്തില് ഒരു കളത്തിൽ ഒരു നെല്ല് തന്നാൽ മതി, രണ്ടാമത്തെ കളത്തിൽ 2 നെല്ല് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ എന്താണ് വിസ്ഫോടനം നടക്കുക. നമ്മുടെ ജനന വിസ്ഫോടനം നടക്കുന്ന ആ രീതിയിലാണ്. എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഈ വിസ്ഫോടനം നടന്നിട്ടുണ്ട്. ആ പ്രദേശത്ത് അവർ പതുക്കെ ആധിപത്യം സ്ഥാപിക്കുകയും അവിടുത്തെ എല്ലാ സംസ്കാരങ്ങളെയും ഇല്ലാതാക്കിച്ചു. ഇന്നിപ്പോ ഈ പറയുന്ന മലപ്പുറത്ത്, ആ മലപ്പുറത്തിന്റെ പൈതൃകമായിട്ട് എന്തുണ്ട്? ക്ഷേത്രങ്ങൾ വല്ലതും ഉണ്ടോ? ക്ഷേത്രങ്ങൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ മറ്റേ 1, 2 ക്ഷേത്രങ്ങൾ ഇപ്പൊ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ക്ഷേത്രങ്ങൾ ഈ വഖഫ് നിയമത്തെ പ്രകാരം ക്ഷേത്രങ്ങൾ തന്നെ കൊണ്ടുപോകുന്ന ചരിത്രം നമുക്കുണ്ട്. അവിടെ സാഹിത്യം ഉണ്ടോ? OV വിജയന്റെ ഒരു പ്രതിമ വെച്ചിട്ട് വലിയ തകർത്ത ആൾക്കാരല്ലേ. അപ്പം ഈ അധിനിവേശ ശക്തികളെ പോലെ തന്നെ ഈ ഒരു സമൂഹം വളർന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത് തീവ്രവാദമാണ്.
അപ്പൊ അതേപോലെ ആ തീവ്രവാദത്തിന്റെ ഒപ്പം തന്നെ വരുന്ന അവിടെ നിലനിൽക്കുന്ന സാംസ്കാരിക പൈതൃകം മുഴുവൻ ഇല്ലാതാകും. ആ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു നിയമം വരും. ഇപ്പൊ മലപ്പുറം അങ്ങനെയാണ്. മലപ്പുറത്തെ തൊട്ടാൽ ഞങ്ങൾ കത്തിക്കും. അതെന്താ മലപ്പുറത്തിനെ തൊട്ടാൽ മാത്രം കത്തുന്നത്? വേറെ എത്ര ജില്ലകളുണ്ട്? ഒരു ജില്ലയെ തൊട്ടാലും കത്തുന്നില്ലല്ലോ. വേറെ എവിടെ ഇല്ലല്ലോ ഇങ്ങനെ ഒരു ചിന്ത. മലപ്പുറത്തെ കുറിച്ച് മിണ്ടിപ്പോരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ അവിടെ അത് ആയിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ സമ്മതിക്കണം. ആ അധിനിവേശം അവിടെ വന്നു കഴിഞ്ഞു. ഇനി ഞങ്ങളെ തൊട്ട വിവരം അറിയും, വേണമെങ്കിൽ കട്ടിംഗ് സൗത്ത്. കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് മലബാർ നീങ്ങുന്നത്. ഇപ്പൊ മലപ്പുറം ജില്ല 2 ജില്ലയാക്കണം എന്ന് പറഞ്ഞു. മലബാർ സ്റ്റേറ്റ് ആക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിക്കണം ഇതെങ്ങനെ വരും. മലബാർ സ്റ്റേറ്റ് ആവും ഇങ്ങനെ പോയാലും. മലപ്പുറം ജില്ല 2 ജില്ലയാവും, 2 MLA ആയാലും 2 MP അവിടെ. ഇതൊക്കെ അടുത്ത. അപ്പൊ കേരളത്തിന്റെ ഒരു ഭൂരിപക്ഷം വരുന്ന MLA MP സൃഷ്ടിക്കാൻ മലബാറിന് കഴിഞ്ഞാൽ മലബാർ ആരുടെ കീഴിലായി? ഇസ്ലാമിന്റെ കീഴിലായി. ഒരു സംശയം വേണ്ട. കാസർഗോഡ് പോലും മലപ്പുറം വരെയും, അതേപോലെ തന്നെ ഇപ്പൊ ഗുരുവായൂര് മുസ്ലിം ഓറിയന്റേഷൻ ഉള്ള സ്ഥലമാണ്. അവിടുന്ന് അങ്ങോട്ട് പോവുക. പണ്ട് ക്രിസ്ത്യാനികൾ മാത്രമല്ലായിരുന്ന അടിമാലിയൊന്നും ക്രിസ്ത്യാനികളുടെ കയ്യിൽ ഇപ്പൊ ഇല്ല. അടിമാലി, അതിനിപ്പുറത്തേക്ക് മൂവാറ്റുപുഴയുടെ അവസ്ഥയൊക്കെ എന്താണ്? അങ്ങനെ ഈ വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ഇപ്പൊ നമ്മൾ ആരാണ് കേരളത്തിലെ എന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ട് ഹിന്ദു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുവിന്റെ ശബ്ദം ഇല്ലാണ്ടിരിക്കുകയാണ്. പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മളെ കൃഷ്ണനും കുര്യനൊക്കെ പോയി തുടങ്ങിയില്ലേ? ഇപ്പൊ മിണ്ടാൻ പാടുണ്ടോ? നമ്മൾ പാടിച്ച പ്രാർത്ഥനാ ഗീതം ഇന്നിപ്പോ കേൾക്കാനുണ്ടോ എവിടേക്ക്? ഏതെങ്കിലും സ്കൂളിൽ? മലപ്പുറത്ത് ജനഗണമന എങ്ങനെയാണ് ചൊല്ലുന്നത് നമ്മൾ കേട്ടല്ലോ. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞു. ആ മാറ്റത്തിന്റെ ബലം ഇനി അവരെ ഭയപ്പെട്ടുകൊണ്ട് വേണം പിണറായി വിജയനും ബാക്കിയുള്ളവർ. എന്താണ് ബലം? ഈ ബലം തന്നെയാണ് അൻവറിന്റെ ബലം. ഈ മതത്തിന്റെ ബലം തന്നെയാണ് അൻവറിന്റെ ബലം. തീവ്രവാദം തന്നെയാണ് ബലം. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓം നമ ശിവായ എന്നും അത് ശാന്തി ശാന്തി എന്നും കുരിശു വരയ്ക്കലൊക്കെ ഉണ്ട്. ഇത് താൽക്കാലികമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എന്താ പറയാ, ഈ ഹിന്ദുക്കളെ പറ്റിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാണുന്നതൊക്കെ ട്രെയിലറാണ്. ഇങ്ങനെ ഞങ്ങള് മതേതരന്മാരാണ്, എന്റെ തറവാട്ടിൽ മുഴുവൻ ഹിന്ദുക്കളാണ് ജോലികൾ, എനിക്ക് മുലപ്പാല് തന്നത് ഹിന്ദുവാണ്. അങ്ങനെ മുലപ്പാല് കൊടുത്തവരെയൊക്കെ മുല കടിച്ചു പറിച്ച ചരിത്രമാണ് ലോകത്തിനുള്ളത്. മുല കൊടുത്തവരെയൊക്കെ, അന്നം കൊടുത്തവരെയൊക്കെ ചതിച്ച് തിരിച്ച് ഇല്ലാണ്ടാക്കിയ ചരിത്രമാണ് ആ സമൂഹത്തിനുള്ളത്. അതൊരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഇസ്ലാം ഒരു രാഷ്ട്രീയ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അത് മതം മാത്രമേ ഉള്ളൂ. ബാക്കി ജനാധിപത്യം അവിടെ ഉണ്ടാവില്ല. ആ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തകരാറ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മലപ്പുറത്തിന് വേണ്ടിയുള്ള മോങ്ങൽ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഓക്കെ ടീച്ചർ, എങ്ങനെയാണ് ടീച്ചർ ഈ ഒരു വിഷയത്തിലെ ടീച്ചറുടെ ഒരു വീക്ഷണം വരുന്നത്? അൺമ്യൂട്ട് ചെയ്യാനേ ടീച്ചർ. അൺമ്യൂട്ട് ചെയ്യണേ ടീച്ചർ അൺമ്യൂട്ട് ചെയ്യണം. ഈ വിഷയത്തില് വളരെ ഗഹനീയമായി അറിയുന്ന 2 പേരുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. മലപ്പുറം എന്താണെന്നും മലപ്പുറത്തിന്റെ ചരിത്രം എന്താണെന്നും മലപ്പുറം ഏത് രൂപത്തിലേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ ഈ അടുത്ത കാലത്തായി നമ്മളെക്കാൾ ഏറെ സാധാരണക്കാരന്റെ മനസ്സിലേക്കും എത്തി. ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങുന്നു. ആ സമയത്ത് ഇവിടെ വലിയ ഒരു വേദി പ്രത്യക്ഷപ്പെടുവാണ്. 14ഓളം രാജ്യങ്ങൾ രാജ്യദ്രോഹിയാണ് എന്ന് മുദ്രകുത്തിയ ഖാലിദ് മിഷേലിനു വേണ്ടി ഒരു വേദി. അപ്പോഴാണ് നമ്മുടെ രാജ്യം അദ്ദേഹത്തിന്റെ വിസ നിഷേധിക്കുന്നു. ആ സമയത്ത് ശരി, എന്നാ പിന്നെ നമുക്കൊരു വിർച്വൽ മീറ്റിംഗ് വെക്കാമെന്ന് പറഞ്ഞ് ഒരു ഓൺലൈൻ മീറ്റിംഗിലൂടെ ആണെങ്കിലും ശരി ഖാലിദ് മിഷേൽ എന്ന് പറയുന്ന ഭീകരനെ ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ മലപ്പുറം എടുത്ത ഇനിഷ്യേറ്റീവ് നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ മലപ്പുറം
എവിടെയും ചരിത്രത്തിൽ ഇടം നേടും. ഞാൻ ഒരിക്കല് തിരുവനന്തപുരത്ത് ഞാൻ എന്തുകൊണ്ട് യുക്തിവാദിയായി എന്ന ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക SMCന്റെ കീഴിൽ. അപ്പൊ അവിടെ നിന്ന് ഒരാൾ വിളിച്ചു പറയാണ്, ധൈര്യമുണ്ടോ നിനക്ക് മലപ്പുറത്ത് വന്ന് ഇത് പറയാൻ? കണ്ടോ, മലപ്പുറം ഒരു താലിബാനികളുടെ ഭരണമാണോ അതോ പാകിസ്ഥാനായി മാറിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഇടയ്ക്കാണ് ഏതാണ്ട് മലബാർ ഒരു സംസ്ഥാനമെന്ന് മാത്രമല്ലായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത്. മലബാർ ഞങ്ങൾക്കൊരു സംസ്ഥാനമാക്കി തരണമെന്ന് പറഞ്ഞില്ലേ? 100ാമത്തെ വാർഷിക മലപ്പുറത്തിന്റെ ലക്ഷണമൊത്ത ഒരു വർഗീയ കലാപം കഴിഞ്ഞ് 100 വർഷം തികയുന്ന വേളയില് നമുക്ക് മലബാർ മാത്രമായിട്ട് ഒരു സംസ്ഥാനമാക്കി തരണമെന്നായിരുന്നില്ല ശരിക്ക് പറഞ്ഞാൽ മുസ്തഫ മുണ്ടൂര് പറയേണ്ടിയിരുന്നത്. മലബാർ ഞങ്ങൾക്കൊരു സ്വതന്ത്ര രാജ്യമാക്കി നൽകണമെന്നായിരുന്നു. കാരണം അങ്ങനെ വരുമ്പോൾ വിജയ ശതമാനം ഉയർത്തി കാണിക്കാൻ പറ്റും. പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളെയും ജയിപ്പിക്കുന്ന ഒരു രീതി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എക്സാമ്പിൾ നോക്കിയാൽ മതി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറബിക്ക് എല്ലാത്തിനും ഫുൾ മാർക്കായിരിക്കും. കാരണം എന്താ? അറബി എക്സാം ചെയ്യുന്നതാരാ? ഇത് വാലുവേറ്റ് ചെയ്യുന്നതാരാ? ഒരു മുസ്ലിം പുരോഹിതനായിരിക്കും, ഒരു മുസ്ലിം ഉസ്താദായിരിക്കുമല്ലോ. അദ്ദേഹത്തിന് മാത്രമല്ല ഈ അറബി ഭാഷ അറിയൂ. എന്തായിരുന്നാലും അറബി സെലക്ട് ചെയ്യുന്നത് മുസ്ലിം കുട്ടികളായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ഫുൾ മാർക്ക് നൽകുക. ഏത് കുട്ടികളുടെ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് എടുത്ത് നോക്ക്, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഫുൾ മാർക്ക്. അതല്ല ഇപ്പൊ വരുമ്പോൾ A+. 1921 കലാപം 100ാം വാർഷികം നമ്മള് ആഘോഷിച്ച സമയത്ത്, ആഘോഷിച്ചെന്ന് പറഞ്ഞത് മലപ്പുറംകാര്, അവരാഘോഷിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഒരു ആശയം എന്തായിരുന്നു? മലബാർ സംസ്ഥാനം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മലബാർ ഒരു രാജ്യം തന്നെ ആക്കിയിട്ട് ഇവർക്ക് അവകാശപ്പെടാം. മുസ്ലിം ലീഗിന്റെ ഭരണാധിപത്യത്തിലേക്ക് ഇത് പോട്ടെ. ക്രൈസ്തവ സമൂഹവും അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് ഭൂരിപക്ഷ സമൂഹവും ഒക്കെ അതിനുവേണ്ടിയുള്ള യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തണം, വഖഫ് ബോർഡ് പോലെ. കാരണം ഇവരെ പ്രീണിപ്പിച്ച് നിന്നാൽ മാത്രമേ നമുക്കിവിടെ നിൽക്കാൻ പറ്റൂ എന്നൊരു സ്റ്റേജ് ഇവരുടെ മനസ്സുകളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഉണരാത്ത നമ്മുടെ രാമസിംഹൻജി ഒക്കെ വർഷങ്ങളായിട്ട് ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്നു. ഒരു കാര്യവുമില്ല. ലോകം മുഴുവനും ഉണർന്നാലും ശരി, ഹിന്ദു ഉണരുന്ന പ്രശ്നമില്ല. കാരണം ഇപ്പോ നമ്മുടെ മനാഫിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ആരാ? നമ്മുടെ ഒരു ഉഡായിപ്പ് കൃഷ്ണഭക്ത ഉണ്ടല്ലോ, പൊക്കിക്കൊണ്ട് നടക്കുന്നത് ആരാ? ഒന്ന് ആലോചിച്ചാ മതി. നമുക്ക് തുരങ്കം വയ്ക്കുന്നത് നമ്മൾ തന്നെയാണ്. ഈ സ്ത്രീകളുടെ അമ്മായിയമ്മ പോരുണ്ടല്ലോ, മരുമോൾ പോര്, സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് പാര എന്ന് പറയുന്നത് പോലെ ഇനിയും പഠിക്കാത്ത ഒരു വിഭാഗം ഇവര് മാത്രമേ ഉള്ളൂ. അപ്പോ രാഷ്ട്രീയ കേരളത്തിന്റെ ഭാവിയിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടിക്കാണിക്കാവുന്ന രൂപത്തിൽ ഒരു മലപ്പുറം സംസ്ഥാനവും കൂടി രൂപീകരിക്കണം എന്ന ആവശ്യം ഉയർന്നു വന്നപ്പോഴെങ്കിലും എത്ര പേര് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. നമ്മൾ 3-4 പേര് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നു. കാരണം ഇതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി അനുഭവമുള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്കറിയാം ഈ പോക്ക് പോയാൽ ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. വികസനം എന്താണെന്ന് അറിയാത്ത, വികസനത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത ഈ മുസ്ലിം ലീഗുകാരുടെ കയ്യില് മലബാറിന്റെ സംസ്ഥാനമാക്കി ലഭിച്ചാൽ എന്ത് സംഭവിക്കും? അധികം താമസിക്കണ്ട, നമ്മൾ നോക്കി നിൽക്കുമ്പോഴേക്ക് ഒരു കാശ്മീർ പോലെ ഒരു ശവപ്പറമ്പായി മാറും ആ നാട്. മുസ്ലിങ്ങൾ മാത്രമുള്ള ഏത് നാടാണ് പുരോഗതിയിലേക്ക് എത്തിയിട്ടുള്ളത്? മലബാറിലെ മുനിസിപ്പാലിറ്റികളില് ടൗൺ പ്ലാൻ പോലും കൊണ്ടുവരാൻ ഇവർക്ക് ഇതുവരെ അറിയത്തില്ല. മര്യാദയ്ക്ക് അക്ഷരത്തെറ്റില്ലാതെ മലയാള ഭാഷയൊന്ന് എഴുതാൻ ഇവർക്കറിയാമോ? സിറ്റികളില് 50 വർഷം മുമ്പ് നികന്നു കിടക്കുന്ന 5ഉം 10ഉം സെന്റ് സ്ഥലങ്ങളിൽ പോലും കഴിഞ്ഞ 10 വർഷമായിട്ട് ആൾക്കാർക്ക് ഒരു കെട്ടിടം കെട്ടാൻ പറ്റുന്നില്ല. മലബാറിന്റെ അവസ്ഥ അറിയില്ല പല ആളുകൾക്കും. 10 വർഷം മുമ്പ് നടപ്പാക്കിയ തണ്ണീർത്തട നിയമമുണ്ട്. ഒരു പക്ഷേ ജയസൂര്യൻ സർക്കൊക്കെ നന്നായിട്ട് അറിയാം. അത് വികസനത്തെ പൂർണ്ണമായും തടഞ്ഞ ഒരു നിയമം. മലബാറിലെ മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നത് ആരാ? തിരുവിതാംകൂറിലേതുപോലെ തലയ്ക്കകത്ത് ആളുതാമസമുള്ള ആളുകളല്ല. നമ്മൾ അങ്ങനെ ധരിച്ചുപോയി. ടൗൺ പ്ലാൻ ഉള്ള സ്ഥലത്ത് തണ്ണീർത്തട നിയമം ബാധകമല്ല. പക്ഷേ മലബാറിലുള്ള പല മുനിസിപ്പാലിറ്റിക്കാർക്കും അതെന്താണെന്ന് പോലും അറിയില്ല. 6000-ഓളം പാവപ്പെട്ട കുടുംബങ്ങളാണ് കാഞ്ഞങ്ങാട് കൃഷിഭവനിലെ
അവരുടെ 50 വർഷം മുമ്പ് നികന്നു കിടക്കുന്ന സ്ഥലം ഉപയോഗിക്കാൻ ഞങ്ങൾക്കൊന്ന് അനുമതി തരണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അവർക്കാകെയുള്ള പ്രതീക്ഷ നമ്മുടെ സഖാവ് പിണറായിയുടെ വികസന സ്വപ്നത്തിൽ മാത്രമാണ്. പക്ഷെ അതാകട്ടെ കരിപ്പൂർ സ്വർണത്താവളത്തിൽ കുമിഞ്ഞുകൂടി കിടക്കുകയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹവും ഒരു മലദ്വാർ സംസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്ന തിരക്കിലാണ്. ഒരു മണ്ഡലത്തില് 2000 വോട്ട് പോലും തികച്ചില്ലാത്ത CPI ഒരു കീറാമുട്ടിയാണ് എന്ന സത്യം ജനങ്ങൾ എന്നാണോ തിരിച്ചറിയുന്നത്? അവരുടെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി എപ്പോഴാണോ അവരത് സ്വന്തം താല്പര്യത്തിനു വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി, അവരുടെ അധികാര കസേരയിൽ അമർന്നിരിക്കുന്നതിനു വേണ്ടി സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്ത് മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇവരെ തിരിച്ചറിയുന്നത് അന്നേ ഇവർക്ക് മനസ്സിലാകൂ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണെന്ന്. കൃത്യമായി അറിയണമെങ്കിൽ മുനമ്പം, ചേറായി, പള്ളിപ്പുറം, ദ്വീപ്, ഇതൊക്കെ ദ്വീപ് മേഖലയിൽപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടുത്തെ പ്രദേശവാസികള് അവരുടെ പൂർവികര് അധ്വാനിച്ച് വില കൊടുത്തു വാങ്ങി നിയമാനുസൃതമായി കരമടച്ച് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് ആധാരങ്ങൾ വഖഫ് ബോർഡ് പറയാ ഇതിന് ഞങ്ങളുടേതാണ് കേട്ടോ. ഉളുപ്പില്ലാതെ, തിരുവായ്ക്ക് എതിർവായില്ലാതെ ഇറങ്ങിപ്പോയിക്കോണം. ആര് കൊടുത്ത നിയമമാ? മാറി മാറി വന്ന ഇടതനും വലതനും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി വാരിക്കോരിക്കൊടുത്ത അവകാശങ്ങൾ 2013 ഇവർക്ക് ഭേദഗതി ചെയ്തു കൊടുത്തു. ഏതവന്റെ മുതൽ വേണമെങ്കിലും ശരി, നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ അത് നിങ്ങളുടേതാകും. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം നമ്മളുടേത്. ഇത് എന്നാണ് ഇവര് തിരിച്ചറിയാൻ പോകുന്നത്? മുസ്ലിങ്ങളുടെ ആരാധനാമൂർത്തിയാണ് പടച്ചോൻ. ആ പടച്ചോന്റെ കയ്യിലാണ് ലോകത്തിന്റെ മുഴുവൻ ഖജനാവും ഉള്ളത്. എന്നാലും കൊള്ളയടിയാണ് കക്ഷിക്ക് താല്പര്യം. അപ്പൊ ഇത് പടച്ചവന് വേണ്ടിയുള്ളതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അധ്വാനിച്ച് വാങ്ങിയ ഭൂമി അവകാശം വെച്ച് വരുന്ന ആളുകൾ അന്നു മുതൽ അവിടത്തെ കുടിയേറ്റക്കാരാണ്. ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട 600ഓളം കുടുംബങ്ങൾ വസിക്കുന്ന 600 ഏക്കറോളം വരുന്ന തീരദേശ ഭൂമിയില് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികള് അവരുടെ വീടുകൾ, ആരാധനാലയങ്ങൾ നിർദ്ദയമായി ഒഴിപ്പിക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മൾ വിളിച്ചു പറയുമ്പോൾ മലബാറിൽ നിന്നൊരു ക്യാമ്പയിൻ ഉണ്ടാകുവാണ്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് വഖഫ് ബോർഡിനെതിരെ മലപ്പുറത്ത് വന്ന് സംസാരിക്കാൻ? ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവുടമ ആരാ? ഈ ഭൂമി മുഴുവനും ഇരിക്കുന്നത് വഖഫ് ബോർഡ് അന്യായമായി തട്ടിയെടുത്തതാണ്. അവരുടെ കയ്യിലാണ്. ഈ ചരിത്രം തുടങ്ങുന്നത് തന്നെ 1902 അതാ ഞാൻ പറഞ്ഞത്. തലയ്ക്കകത്ത് ആള് താമസമുള്ള ആരെങ്കിലും ഇവരുടെ കൂട്ടത്തിലുണ്ടോ? മലബാർ ആസ്ഥാനമാക്കി പുതിയ ഒരു സംസ്ഥാനമൊക്കെ ഇവർക്കൊന്ന് രൂപീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്വർണം ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ഇവര് കരിപ്പൂർ വിമാനത്താവളത്തെ പോലും ആശ്രയിക്കേണ്ടി വരില്ല. കാരണം ആ സംസ്ഥാനം മൊത്തവും തന്നെ ഇവർക്ക് കരിപ്പൂർ വിമാനത്താവളമാക്കി മാറ്റാൻ പറ്റും. ഈ രൂപത്തില് കേരളത്തിന്റെ ഭാഗമല്ല മലബാർ എന്ന രൂപത്തിലാണ് ഇവരുടെ ചെയ്തികള്, ഇവരുടെ രീതികള്, ഇവരുടെ അവകാശവാദങ്ങൾ എല്ലാം തന്നെ. ഈ കോൺഗ്രസും കമ്മികളും ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ ആരാണ് ഇവരെ വളർത്തിക്കൊണ്ടുവന്നത്? ഇവർക്ക് വേണ്ടുന്ന എല്ലാ അവകാശങ്ങളും രാഷ്ട്രീയത്തിലേക്ക് ഇവരെ കൊണ്ടുവരുന്നു, ഇവരെ അധികാര സ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരുത്തുന്നു. എന്ത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണ് ഇവർക്ക്? ഈമാനുള്ള വ്യക്തിയായ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞത് കേട്ടില്ലേ? മലബാർ സംസ്ഥാനമാക്കി ഞങ്ങൾക്ക് ഇങ്ങ് നൽകണം. എന്താ കാരണം പറഞ്ഞത്? വിദ്യാഭ്യാസപരമായി ഞങ്ങളെ കേന്ദ്രം പരിഗണിക്കുന്നില്ല. അതുകൊണ്ടാണ്. അത്ഭുതമില്ല. കാരണം ഇന്ന് ഇസ്ലാം മത മലബാർ സംസ്ഥാനം നാളെ ഇസ്ലാം മത ഇന്ത്യയാക്കി മാറ്റിക്കൂടെ? അൽ ഹിന്ദാക്കി മാറ്റിക്കൂടെ? മുണ്ടുപാറ പറഞ്ഞത് വെറുതെ ഇദ്ദേഹം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറഞ്ഞതല്ല. ഇതൊന്നും കോ ഇൻസിഡൻസുകളായിട്ട് സംഭവിക്കുന്നതുമല്ല. മലയാളികൾ ഒരു സത്യം ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇത്തരം ആഗ്രഹ പ്രകടനങ്ങൾ ലോകമെമ്പാടും സംഭവിക്കുന്നുണ്ട്. കമ്മ്യൂണിസം സുഡാപ്പിസത്തിന് വിടുവേല ചെയ്യുന്നു എന്നാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളം ഇവിടം ഭരിച്ചിരുന്നത് നരേന്ദ്രമോദി കൂടി ആയിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? പോപ്പുലർ ഫ്രണ്ട് എന്ന രാജ്യദ്രോഹ സംഘടന ഏറ്റവും കൂടുതൽ വളർന്നത് എവിടെയാ?
ഇന്ന് ഈരാറ്റുപേട്ടയാണ് അവരുടെ തലസ്ഥാനം. പക്ഷേ അവരുടെ സംസ്ഥാനം എവിടെയാ? അവരുടെ രാജ്യം എവിടെയാ? മലബാറിന്റെ മണ്ണാണ്. കാരണം ഈ മലബാറിന്റെ മണ്ണിലാണ് CA റൌഫ് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ആലോചിക്കണം, അദ്ദേഹത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് ശേഷം കോയമ്പത്തൂര്, കർണാടകയൊക്കെ ഇന്നോവയിൽ സഞ്ചരിക്കുക, പിടിക്കാൻ കേരള പോലീസിന് സാധിക്കുന്നില്ല. ഇതൊക്കെ എവിടെ നിന്നുണ്ടാകുന്നതാ? നമ്മുടെ എലത്തൂര് തീവണ്ടിക്ക് തീയിട്ട ഷാരൂഖ് സൈഫി, അവനെ സംരക്ഷിച്ചതാരാ? മലപ്പുറത്തിന്റെ കൈകൾ. എത്രമാത്രം തീവ്രവാദം മലപ്പുറത്ത് വിഴുങ്ങിയിരിക്കുന്നു. ഇനി അവർക്ക് മാത്രമായി ഒരു സംഘടന തന്നെ അങ്ങ് നൽകിയാൽ, ഒരു രാജ്യം തന്നെ അങ്ങ് നൽകിയാൽ, തീഹാർ ജയിൽ മുഴുവനും അവർക്ക് സംവരണം ചെയ്തു കൊടുത്താൽ പോലും മതിയാവില്ല. കാരണം RSS എന്ന് പറയുന്ന ദേശസ്നേഹ സംഘടന ഒരുപക്ഷെ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് അഴിഞ്ഞാടുമായിരുന്നില്ലേ? അരിയും മലരും കുന്തിരിക്കവും ഒക്കെ കരുതി ഇൻഷാ അല്ലാ ഇൻകിലാബ് എന്ന് വിളിച്ചു നടക്കുന്ന ആളുകൾക്കിടയിൽ ഈ രാജ്യത്തിന്റെ ഭാവി എന്താകുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പൊ തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് മാത്രമല്ല, വാരിയം കുന്നന്റെ മണ്ണ് എന്ന പേരിലല്ലേ ഇന്ന് മലബാർ അറിയപ്പെടുന്നത്? തുവ്വൂർ കിണർ സ്മാരകമാ, ചരിത്ര സ്മാരകം. അതിനകത്ത് ഒരുപാട് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഒരുപാട് പഠനങ്ങൾ പഠിച്ച് കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 3/4 ഭാഗവും ചെലവഴിച്ച ആളാണ് രാമസിംഹൻജി. നമുക്കറിയാം, ആ തുവ്വൂർ കിണർ എന്ന് പറയുന്ന ചരിത്ര സ്മാരക മണ്ണ് ഇന്ന് ആരുടെ കരങ്ങളിലാണ് ഇരിക്കുന്നത്? നിങ്ങൾക്കറിയോ? ഇപ്പോ DC ബുക്സ് സംഘടിപ്പിക്കുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉണ്ട്. അതിന്റെ പേരെന്താണെന്ന് അറിയാമോ? മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റ്. ഇത് എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ സാധിക്കുന്നത് എന്ന് ആലോചിച്ച് പോകുക. കോഴിക്കോട്, നമ്മുടെ കോഴിക്കോട് ചില വനമേഖലകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഞമ്മന്റെ കോഴിക്കോട്ടേക്ക് സ്വാഗതം. ഇവരെ മുമ്പ് പ്രാർത്ഥിച്ചിരുന്നു, നല്ല മലയാള ഭാഷ സംസാരിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അല്ലാന്ന്. പത്രത്തിൽ വന്ന ഒരു കട്ടിങ്ങ, മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റ് 30 മുതൽ ബീച്ചിൽ. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നുള്ളതേ ഉള്ളൂ. ദേശീയ ഗാനം വരെ ഇസ്ലാമികമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ മലബാറിൽ ഒരുപാട് ചരിത്രങ്ങളും പറയാനുണ്ട്. രാമസിംഹൻജി പറഞ്ഞതുപോലെ നിലമ്പൂർ ആയിഷയടക്കമുള്ള ഒരുപാട് കലാപ്രതിഭകൾ അവരുടെ കഴിവും മികവും അക്കാലഘട്ടത്തിൽ തെളിയിച്ചിട്ടുള്ള ഒരു നാട് കൂടിയാണ് ഈ മലബാറിന്റെ ചരിത്രം. അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എത്രയോ വർഷങ്ങളായി കോഴിക്കോട് ബീച്ചില് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതിഗംഭീരമായി നടന്നു വരുമ്പോൾ അതിനോട് മത്സരിക്കുന്നതിന് വേണ്ടിയാണോ ഇവര് മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നൊരു പേരിൽ ഇവര് പരിപാടി തുടങ്ങിയിരിക്കുന്നത്? ഒന്ന് ആലോചിക്കണം. 1956 നവംബർ 1-ാം തീയതി കേരള സംസ്ഥാനം രൂപീകരിച്ചതോടുകൂടി ഇവിടെ മലബാറും തിരുവിതാംകൂറും ഒന്നുമില്ല. കൊച്ചി രാജാവൊക്കെ പോയി. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മലബാറായി നിലനിൽക്കണം. അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം അതാണ്. മലബാർ നമുക്കൊരു രാജ്യമായി നൽകണം. സാഹിത്യ ഉത്സവത്തിന് എങ്ങനെയാണ് ഇവർക്ക് സായുധ കലാപം എന്നർത്ഥം വരുന്ന പദം ഇവരെ എങ്ങനെ ഇടും? ഇന്തിഫാദ, അത് മലബാറിൽ നടക്കുന്നത് കൊണ്ടാണ് ആ പേരവിടെ വന്നത്. ഹമാസ് ഒക്കെ സൂചിപ്പിക്കുന്ന, അവര് ഉപയോഗിക്കുന്ന പദമാണത്. സായുധ വിപ്ലവം, സായുധ സമരം, സായുധ കലാപം ഒരു സാഹിത്യ ഉത്സവത്തിന്റെ പേരാണ്. ഇത് സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാരാ? കലയുമായോ സാഹിത്യമായോ ഒരു ബന്ധവുമില്ലാത്ത പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അപ്പോൾ ഇതിന്റെ അന്തർധാര സജീവമല്ലേ? നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിന്റെ അന്തർധാര എന്താണെന്ന്. ഇവരെവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇപ്പോ കേരള പോലീസിനകത്ത് പച്ച വെളിച്ചം വളരാൻ എന്താണ് കാരണം? ആരാണ് ഇവരെ വളർത്തിക്കൊണ്ടുവന്നത്? നല്ലവരായ പോലീസുകാർക്കെതിരെ, ഇന്ത്യൻ ആർമിക്കെതിരെ ആരോപണങ്ങൾ നിരത്തി മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി മലപ്പുറത്തിന്റെ മുസ്ലിം വികാരത്തെ ഇളക്കിവിട്ട് ഈ രാജ്യത്തിനെതിരെ തിരിക്കുന്ന, ഈ രാജ്യത്തിന്റെ സേനയുടെ മനോവീര്യം പോലും തകർക്കുന്ന ഈ ഒരു രീതി എവിടെ നിന്ന് ഉത്ഭവിച്ചതാ? നമുക്ക് വഴങ്ങാത്ത ആളുകളെയൊക്കെ നിഷ്പ്രഭരാക്കി മാറ്റുക, പച്ച വെളിച്ചത്തെ സജീവമാക്കി നിലനിർത്തുക. ഒരു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് നരേന്ദ്രമോദിയുടെയോ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെയോ ഒക്കെ ദൗത്യം പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് തന്നെ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ പോയി പോകുമെന്നും വിചാരിക്കരുത്.
അഴിമതിയും അനീതിയും ആരോപിച്ച് ഈ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്ന, ഈ രാജ്യത്തിന്റെ താല്പര്യത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളെയൊക്കെ വിരട്ടി കേസിലൊതുക്കി വരുതിയിലാക്കുക, അവരുടെ നാവടക്കുക എന്ന ആശയം മലബാറിൽ നിന്ന് ഉത്ഭവിച്ചതാ. കോഴിക്കോട് മലപ്പുറം കേന്ദ്രമാക്കിയിട്ടുള്ള സ്വർണ്ണക്കടത്തിനെ എതിരെ ഒന്ന് സംസാരിച്ചു നോക്ക്. ആ ചാറ്റ് ബോക്സിൽ, ആ കമന്റ് ബോക്സിൽ വരുന്നത് അത്രയും നമ്മുടെ കാക്കമാര. അവരെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവർ ശരീരം മുഴുവനും ലിംഗമുള്ളവരാണ്. ലൈംഗികപരമായി മാത്രമേ ഏതൊരു വസ്തുതയെയും അവർ കാണൂ. ഒരു തെറി പോലും അക്ഷരത്തെറ്റില്ലാതെ വിളിക്കാൻ അറിയാത്ത ഇവർക്ക് ഒരു രാജ്യവും ഒരു സംസ്ഥാനവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താകും അവസ്ഥയെന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. മയക്കുമരുന്ന് മാഫിയ വളർന്നു വരുന്നത്, നാർക്കോട്ടിക് വളർന്നു വരുന്നത്, ലവ് ജിഹാദ് വളർന്നു വരുന്നത്, മയക്കുമരുന്നിന്റെ സിൻഡിക്കേറ്റിനെതിരായ പോലീസിന്റെ ഓപ്പറേഷൻ പോലും തകർത്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ചാൽ മതി. ഏത് രൂപത്തിലാണ് ഇവർ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന്. ഓക്കെ, ജയസുരേഷ് സാർ, എങ്ങനെയാണ് ഇനി കൂട്ടിച്ചേർക്കാനുള്ളത്? വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ ഇപ്പോ രാമസിംഹൻജി ആയാലും ജാമിത ടീച്ചർ ആയാലും ടച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഈ കരിപ്പൂർ എന്ന് പറയുന്ന ഈ എയർപോർട്ടും അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറം ആണെന്നുള്ളത് മാന്യ പ്രേക്ഷകരിൽ ഒരുവിധം ആളുകൾക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഇന്നത്തെ ഒരു മഹത്വം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. ജയസുരേഷ് സാർ അൺമ്യൂട്ട് ചെയ്യണേ സാർ. അതായത് കോഴിക്കോട് വിമാനത്താവളം കരിപ്പൂർ വിമാനത്താവളം എന്നൊക്കെ പേരിട്ട് വിളിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അത് മലപ്പുറത്താണ്. അതുപോലെ തന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി എന്ന് പറയും, മലപ്പുറത്താണ്. അങ്ങനെ മലപ്പുറത്തിന് സ്വന്തമാക്കി വെച്ചതിനെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെ പറയാനൊരു ഭയമുണ്ടായിരുന്നു, ജാള്യതയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. ഇപ്പോ അങ്ങനെ പറഞ്ഞാലാണ് വോട്ട് കിട്ടുന്നതെങ്കിൽ അങ്ങനെ പറയാൻ തയ്യാറാണ്, അങ്ങനെ പറയാവൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് വരികയാണ്. അതുപോലെ ഇപ്പോഴാണ് ഞാൻ ഈ DC ബുക്സിന്റെ മനംമാറ്റത്തെ കുറിച്ച് അറിഞ്ഞത്, ടീച്ചർ പറഞ്ഞപ്പോഴാണ്. അത് അതീവ ഗൗരവമുള്ള ഒരു വിഷയം. DC ബുക്സ് എങ്ങനെയാണ് സാഹിത്യ രംഗത്ത് പിടിച്ചു നിന്നത് അതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ എന്ന് പറഞ്ഞാൽ കാരൂർ നീലകണ്ഠപിള്ളയും തകഴിയും അടക്കമുള്ള പഴയകാല തറവാട്ട് കാരണവന്മാർ, സാഹിത്യ തറവാട്ട് കാരണവന്മാർ ജീവിതം കൊടുത്തുണ്ടാക്കി വെച്ച ആ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിനകത്ത് വളരെ ചെറിയൊരു റോള് വഹിച്ചിരുന്ന DC കിഴക്കേമുറി, അദ്ദേഹം ആ പേര് തന്നെ DC കിഴക്കേമുറി ആക്കുന്നതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. ഡൊമിനിക് കിഴക്കേമുറി എന്ന് പറഞ്ഞാൽ അന്ന് അത്ര ഒരു മാർക്കറ്റ് ഇല്ല. മാത്രമല്ല ഇദ്ദേഹം വലിയ എഴുത്തുകാരനുമല്ല. അങ്ങനെ DC ആയി. പിന്നെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ മൊത്തമായും വിഴുങ്ങി ഇപ്പൊ സാഹിത്യ പ്രവർത്തക NBS ഇല്ല, ഇപ്പൊ DC മാത്രമേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയിൽ വന്നു. അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കച്ചവട താല്പര്യം അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ മലബാറിൽ ഇത് വിൽക്കണമെങ്കിൽ, പുസ്തകം വിൽക്കണമെങ്കിൽ മലബാറിന്റെ ഉദ്ദേശങ്ങളെ, മനസ്സിനെ സംതൃപ്തിപ്പെടുത്തണം. അത്രേ ഉള്ളൂ. കച്ചവടം, പച്ചയായ കച്ചവടം, അത്രേ മാത്രമേ ഉള്ളൂ. ഈ കച്ചവട താല്പര്യം തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും എടുത്തണിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഇവിടെ ഒരുക്കി വെച്ച് അതല്ലാത്തതൊക്കെ വർഗീയമാണ് എന്ന് കൊണ്ടുവരികയാണ്. പഴയ കാലത്ത് ഈ ഹിന്ദു മതം ഉണ്ടായത് എങ്ങനെയാണെന്നൊരു കഥ പറയുന്നുണ്ട് സാധുശീലൻ പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു വലിയ തറവാട് ചേരിക്കൽ എന്ന് പറയും, അതായത് തിരുവിതാംകൂർ ഭാഗത്ത് ചേരിക്കൽ എന്ന് പറയും. ആ ഒരു ഗ്രാമത്തിന്റെ ഒരു പകുതിയൊക്കെ വരും. ആ ഒരു പ്രദേശം മുഴുവൻ തറവാടിന്റെയാണ്. അപ്പോൾ അവിടെ ആനയുണ്ട്, പശുവുണ്ട്, ധാരാളം മൃഗങ്ങളും പക്ഷികളും ഉണ്ട്, പാടങ്ങളുണ്ട്, പറമ്പുകളുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാർഷിക മേഖലയിൽ സമൃദ്ധമായ വലിയ തറവാട്. ഈ തറവാട് അതുമായി ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാര് കുടിയാന്മാര് എന്നൊക്കെ പറയും, കുടികിടപ്പുകാര്, ധാരാളം പേര്. അപ്പോൾ അവരൊക്കെ ദൂരം താമസിക്കാൻ പോയാൽ രാവിലെ വന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ്, ഇവരെയൊക്കെ കുടിയാന്മാരാക്കി തറവാടിൽ നിന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്തിൽ അവർ കുടില് കെട്ടി താമസിച്ചു. അങ്ങനെ കുടില് കെട്ടി താമസിക്കുന്ന സമയത്ത് എല്ലാ സമയത്തും ജോലിയില്ല. അപ്പൊ അല്ലാത്ത സമയത്ത് ഇവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ ആടിനെ വളർത്തി, പശുവിനെ വളർത്തി, കോഴിയെ വളർത്തി, പന്നിയെ വളർത്തി, പലതും ചെയ്തു. ആ സമയം ഈ മൃഗങ്ങളൊക്കെ ഒരാളിന്റെ അതിർത്തി കിടന്ന് അടുത്ത ആളിന്റെ അതിർത്തിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ചെറിയ വേലി കെട്ടി. അങ്ങനെ ചെറിയ വേലികൾ എല്ലാം കൂടി ചേർന്ന് ഒരു ദിവസം തറവാടുകാരനവർ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അദ്ദേഹം ഒരു വേലി കെട്ടാതെ തന്നെ അദ്ദേഹത്തിന് ചുറ്റും ഒരു വേലി ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ ചെറിയ വേലികളെല്ലാം കൂടെ ചേർന്ന് തറവാടിന് ചുറ്റും ഒരു വേലിയായി. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോ
ഈ പറഞ്ഞ രാജ്യവിരുദ്ധ താല്പര്യക്കാരെല്ലാവരും സംഘടിതമായ വോട്ട് ബാങ്ക് ഉണ്ടാക്കി സംഘടിതമായ രീതിയിൽ MLA-മാരെയും MP-മാരെയും മന്ത്രിമാരെയും വില പറഞ്ഞ് വിലപേശി വാങ്ങിച്ച് ബിസിനസ്, കൃഷി, വ്യവസായം ഇങ്ങനെ സകല മേഖലകളും എടുത്ത് ഇപ്പോൾ അവസാനം സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, മെഡിക്കൽ കോളേജുകൾ എല്ലാം സ്വന്തമാക്കി നഗരഭൂമി. ഇപ്പോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന ഒരു കാര്യമുണ്ട്, മിച്ചഭൂമി. ഈ മിച്ചഭൂമി എന്ന് പറയുമ്പോൾ നഗരത്തിൽ മിച്ചഭൂമി ഇല്ല, എസ്റ്റേറ്റിൽ മിച്ചഭൂമി ഇല്ല. ഇത് നമ്മൾ കാണാതെ പോകരുത്. 4000 ഏക്കർ മുതൽ 14,000 ഏക്കർ വരെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ 4000 ഏക്കറുള്ള കൊട്ടുകാപ്പള്ളി ഫാമിലിക്ക് മിച്ചഭൂമിയില്ല. 14,000 ഏക്കറുള്ള AV തോമസിന് മിച്ചഭൂമിയില്ല. പക്ഷെ 12 ഏക്കർ കഴിഞ്ഞാൽ ഹിന്ദുവിന് മിച്ചഭൂമി ഉണ്ട്. ഈ നിയമം ആര് കൊണ്ടുവന്നു? ഈ നിയമം കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. അപ്പോ ആ രീതിയിൽ ഹിന്ദുവിന്റെ ഈ പറഞ്ഞ ഭൂമിയെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി മിച്ചഭൂമി എന്ന് പറയുന്ന വളരെ മനോജ്ഞമെന്ന് പുറമേ തോന്നാവുന്ന ഒരു ഭരണപരിഷ്കാരം കൊണ്ടുവന്നപ്പോ എസ്റ്റേറ്റുകൾക്ക് മിച്ചഭൂമിയില്ല. കാരണം എസ്റ്റേറ്റുകളൊക്കെ ആരുടെയാണ്? എസ്റ്റേറ്റുകളൊക്കെ അഹിന്ദുക്കളുടെയാണ്. എസ്റ്റേറ്റുകൾക്ക് മിച്ചഭൂമിയില്ല. നഗരത്തില് ഭൂപരിധി ഉണ്ടോ? ഉദാഹരണം ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. 10 ഏക്കർ റബ്ബർ തോട്ടത്തിന് തുല്യമായിട്ടുള്ള, ഇപ്പൊ 12 ഏക്കർ റബ്ബർ തോട്ടം വന്നു കഴിഞ്ഞാൽ അത് എസ്റ്റേറ്റ് നിയമത്തിന് കീഴിലല്ല. 25 ഏക്കർ വരുമ്പോഴാണ് എസ്റ്റേറ്റ് ആകുക. പക്ഷെ 13 ഏക്കർ റബ്ബർ തോട്ടം വന്നാൽ 1 ഏക്കർ മിച്ചഭൂമി പോകും. ആ 13 ഏക്കർ റബ്ബർ തോട്ടം വിറ്റാൽ കിട്ടുന്ന പണം കൊണ്ട് നഗരത്തിൽ വാങ്ങുന്ന ഭൂമി എത്ര സെന്റ് ആണോ ആ സെന്റ് കണക്കാക്കി അത്രയും സെന്റിന് അധികമായ ഭൂമി നഗരത്തിൽ വന്നാൽ അത് മിച്ചഭൂമിയാണെന്ന് നിയമം ഉണ്ടാക്കാത്തത് എന്താ? NSSന്റെ പഴയ ജനറൽ സെക്രട്ടറി കിടങ്ങൂർ ഗോപാലകൃഷ്ണമുള്ള ഒരിക്കൽ ഈ ചോദ്യം ചോദിച്ചതാ. ആരും മറുപടി ഒന്നും പറഞ്ഞില്ല, അവഗണിച്ചു. അപ്പോൾ വേണ്ടിടത്തൊക്കെ നിയമം വേണ്ടവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക സംവിധാനം, രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. കേരളത്തിൽ സ്കൂളുകളിൽ ചരിത്രം പഠിപ്പിക്കുമ്പോൾ മലബാർ കലാപത്തിന്റെ ചരിത്രം ഒന്ന് പഠിപ്പിക്കുക, സത്യസന്ധമായിട്ട് പഠിപ്പിക്കുക. അതിനകത്ത് മാധവൻ നായരുടെ പുസ്തകം അതിനെ പഠിക്കാൻ വേണ്ടി എടുക്കുക, പാഠപുസ്തകമായിട്ട് അംഗീകരിക്കുക. അത് സ്കൂളിൽ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ സെക്കൻഡ് പേപ്പറും ഡിഗ്രിക്ക് അത് മെയിൻ ആയിട്ടും വെച്ച് പഠിപ്പിച്ചാൽ മതി. പഠിപ്പിക്കാൻ പറ്റും. അതല്ലെങ്കിലും വേണ്ട സാറേ, മാധവൻ നായരുടെ പുസ്തകം എടുത്തിട്ടില്ലെങ്കിലും വേണ്ട. ഹിച്ച്കോക്ക് 1922 എഴുതിയിട്ടുണ്ടല്ലോ ദി മാപ്പിള റെബല്യൻ, അതെടുത്താലും മതി. അത് മതി. ഇംഗ്ലീഷ് സ്കൂളിൽ CBSE-ലൊക്കെ അത് പഠിപ്പിക്കാം. ദി മാപ്പിള റെബല്യൻ ഇംഗ്ലീഷ് പഠിച്ചോട്ടെ, ഇംഗ്ലീഷിൽ പഠിച്ചോട്ടെ. കുമാരനാശാനെ പറ്റില്ല സർ. മലബാറിന്റെ ചരിത്രം സമീപകാല ചരിത്രമാണ്. 10,000 കൊല്ലം മുമ്പുള്ള ഐതിഹ്യവും കേട്ടുകേഴ്വിയൊന്നുമല്ല. വസ്തുനിഷ്ഠമായ തെളിവുകളുടെ, ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി നമുക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ചരിത്രം എന്താ പഠിപ്പിക്കാത്തത്? അപ്പൊ മലബാറിന്റെ ചരിത്രം പഠിപ്പിക്കാത്ത എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് മുഗളന്മാരുടെ ചരിത്രം പഠിപ്പിക്കാത്തത്? അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിന് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സത്യത്തിന്റെ മുഖത്തിന് നേരെ കണ്ണാടി പിടിക്കാവുന്നത് പോലെ കേരളത്തിന്റെ ചരിത്രം പഠിപ്പിക്കട്ടെ, മലബാറിന്റെ ചരിത്രം പഠിപ്പിക്കട്ടെ, ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും ചരിത്രം പഠിപ്പിക്കട്ടെ. അപ്പോൾ ഈ വസ്തുതയുടെ സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാവും. ഇത് പറയുമ്പോൾ നമ്മൾ വർഗീയവാദികളാവും. യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് പറയാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിയമങ്ങൾ, അതുപോലെ വലിയൊരു വിഷയമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നൊരു വിഷയമാണ്. OBC-ക്കകത്ത് എങ്ങനെയാണ് മുസ്ലിം കയറിയത്? OBC-ക്കകത്ത് എങ്ങനെയാണ് ക്രിസ്ത്യാനി കയറിയത്? 40 ക്രിസ്ത്യൻ സമുദായങ്ങൾ OBC-ക്കകത്ത് കയറി. 28 മുസ്ലിം ജാതികൾ OBC-ക്കകത്ത് കയറി. ഇതെങ്ങനെയാ കയറിയത്? കാരണം ഈ ജാതിപരമായ വിവേചനം അനുഭവിക്കുന്ന ഹിന്ദുക്കൾക്കിടയിൽ മാത്രമുള്ള സംവരണം ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അനുകൂലമാക്കി കൊടുത്തത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമാണ്. അതിനൊക്കെ കാരണം ഈ സംഘടിത വോട്ടാണ്. അപ്പോൾ സത്യസന്ധമായിട്ട് നമ്മുടെ ഭരണഘടനയെയും സത്യസന്ധമായി നമ്മുടെ ചരിത്രത്തെയും പാഠപുസ്തകമാക്കാൻ തയ്യാറുണ്ടോ സ്കൂളിലും കോളേജിലും? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കാര്യം ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളും. പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള ആർജവവും കാണിക്കാനുള്ള ഭരണകൂടങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാവില്ല. അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് വസ്തുതകൾ അറിയാം. പക്ഷേ മാധ്യമങ്ങളും പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളും ഇപ്പൊ DC ബുക്സ് പോലെയുള്ളവരും ഒക്കെ സത്യത്തെ പുറത്തു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിൽ അടുത്ത തലമുറയെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതൊന്നുമില്ല, ഇവരിതൊന്നും ചെയ്യില്ല എങ്കിൽ നമ്മൾ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ
ഈ സത്യങ്ങൾ തുറന്നു പറയുകയും അതിശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ കൃത്യമായി നമുക്ക് ഇത് ജനങ്ങളിലേക്ക് കൊടുക്കാൻ കഴിയും. എനിക്ക് നമ്മുടെ ബൈജുവിനോടും ടീച്ചറിനോടും പറയാനുള്ള ഒരു അഭ്യർത്ഥന, വസ്തുനിഷ്ഠമായി ശാസ്ത്രീയമായി, നമ്മൾ വൈകാരികമായിട്ടൊന്നും പോകണ്ട, വസ്തുനിഷ്ഠമായി ശാസ്ത്രീയമായി ആധികാരികമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ മലബാർ കലാപത്തിന്റെ ചരിത്രം, മലബാറിന്റെ ചരിത്രം ഖണ്ഡശ നമ്മൾ കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഒന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ ചരിത്രം തന്നെ തകിടം മറിയും. ഇവർ കെട്ടിവെച്ചിരിക്കുന്ന ഈ തടയണകളൊക്കെ തന്നെ നമുക്ക് പൊളിച്ചു നീക്കാൻ പറ്റും. സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ മക്കൾ വരട്ടെ. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം അവർ ഇട്ടത്തുകൂടി നടന്നുവെങ്കിൽ അത് നമ്മുടെ തെറ്റാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അവരെ പ്രകാശത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകളും പ്രോഗ്രാമുകൾ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി ചാനൽ ചരിത്രത്തെ ആവിഷ്കരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ, അത്രയൊന്നും സാമ്പത്തികം നമുക്കില്ലെങ്കിലും സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മലബാർ കലാപത്തിന്റെ ചരിത്രം ഒന്ന് പുനരാവിഷ്കരിക്കാൻ തയ്യാറായാൽ, ഇന്നുള്ള, ഞാനിപ്പോ ബൈജുവിനോട് പറയാണ്, ഇന്നുള്ള ഈ 5 ലക്ഷം ചിലപ്പോൾ 50 ലക്ഷം ആവും. ആ ഒരു സീരിയൽ അവസാനിക്കുന്നതിന് മുമ്പ് 50 ലക്ഷം ആവും. കേരളത്തിന്റെ ചരിത്രത്തിന്റെ യഥാർത്ഥ ചിത്രം ജനങ്ങൾ കാണുകയും ചെയ്യും. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു സജഷൻ. ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട് സാറേ. അതായത് ഏറ്റവും കൂടുതൽ വളച്ചൊടിക്കപ്പെട്ട ചരിത്രം പഠിക്കേണ്ടി വന്ന ഹതഭാഗ്യരാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് നേർക്കുനേരെ ചരിത്രത്തിലൂടെ ഒരു സഞ്ചാരം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം മുഗളന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസിനെയും കുറിച്ചും. ഇതുവരെ ചരിത്രത്തിൽ മൂടിക്കിടക്കുന്നതൊക്കെ നമ്മൾ മറനീക്കി പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടെങ്കിൽ അത് വിജയകരമായി. ടിപ്പു എങ്ങനെയാണ് വികലാംഗനായി മാറിയതെന്ന ചരിത്രം കൂടെ കൂട്ടിച്ചേർക്കണം. എന്താ സാർ പറഞ്ഞോളൂ, സാർ പറഞ്ഞോളൂ. അല്ല, ഞാന് 1921 ഒരു ചരിത്രം പറയാൻ പോയിട്ട് അനുഭവിച്ച അനുഭവം 3 കൊല്ലമാണ്. ഈ പറയുന്ന BJP ഗവൺമെന്റ് ഭരിക്കുന്നിടത്ത് അതിന്റെ ഈ പറയുന്ന സുന്നത്ത് അല്ലെങ്കിൽ മതപരിവർത്തനത്തിന്റെ രീതി മുഴുവനും സെൻസർ ബോർഡ് എന്റെ മുമ്പിൽ വെച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരാള്, ജയസൂര്യ മനസ്സിലാക്കണം, ഇതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത്, ഈ പടം കാണരുത് എന്ന് പറഞ്ഞത് നമ്മുടെ BJP നേതാക്കളാ. അതറിയൂ. പറയുകയാണ്, എന്റെ അനുഭവമാണ് പറഞ്ഞത്. അതുകൊണ്ട് രാഷ്ട്രീയപരമായ മാറ്റം ഇവിടെ സൃഷ്ടിക്കാൻ പാടില്ല. എന്തിനാണ് ഈ ഒന്നും വേണ്ട. ഇപ്പൊ ഈ മലപ്പുറം ജില്ലയില് പെട്ട് തന്നെയല്ലേ നമ്മുടെ ഈ എന്താ നോളജ് സിറ്റി, എറുപേരിൽ അനക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഇത് ചരിത്രമാക്കുകയാണെങ്കിൽ ടീച്ചറും ഞാനും നിങ്ങളുടെ മുന്നിൽ ചരിത്രമാക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ തല പോകുന്നേ ഉള്ളൂ, കാണില്ല. ഇപ്പൊ നമ്മൾ അരച്ചൊക്കെ വാര്യംകുന്നൻ എന്ന് പറഞ്ഞത് വയസ്സനാണെന്നും മാധവൻ നായർ ചിലപ്പോ പല്ലുണ്ടോ എന്ന് സംശയമായിരുന്നു എന്ന് പ്രകടിപ്പിച്ച ഈ വാര്യംകുന്നൻ ഇപ്പൊ മസിൽമാനാക്കി കൊണ്ടുവന്നില്ലേ? ഇപ്പൊ വാര്യംകുന്നന്റെ ചിത്രം ഒന്ന് നിങ്ങൾ എൻസൈക്ലോപീഡിയയിൽ അടിച്ചു നോക്കിയാൽ നല്ല മസിൽ ഇങ്ങനെ പെരിപ്പിച്ച് നിൽക്കുന്ന വാര്യംകുന്നനാക്കിയില്ലേ? കേരളത്തിന്റെ ചരിത്രം നമ്മൾ പറയുന്നത് പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇതൊക്കെ മാഞ്ഞു പോയപ്പോഴും ഉണ്ടായിരുന്നവരും നമ്മളെ കുറെ ആൾക്കാരാണ്. ഇപ്പോഴും കണ്ണടയ്ക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിഭാഗം ആളുകൾ വളർത്തിക്കൊണ്ട് വരുന്ന പ്രസ്ഥാനങ്ങൾ എല്ലാ നിയമങ്ങളും ഖണ്ഡിച്ചുമുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന് ഇടപെടാവുന്ന നിയമമുണ്ട്, അവിടെ പോലും ചെയ്യാതെ. ഞാൻ ചോദിക്കട്ടെ, ഇന്നും CBSE മലബാർ ചരിത്രം കാർഷിക വിപ്ലവമാണ്. 8ാം ക്ലാസ്സിലെ CBSE പുസ്തകത്തിൽ ഇന്നും മലബാർ കലാപം 10 വർഷം കഴിഞ്ഞില്ലേ മോദി വന്നിട്ട്, 11ാമത്തെ വർഷം ആവുന്നു. എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. കാരണം ഈ രാഷ്ട്രീയ പ്രീണനം എന്ന് പറയുമ്പോൾ ഈ 2 കക്ഷികളല്ല, ഇപ്പൊ 3ാമതൊരു കക്ഷി കൂടി അതിലുണ്ടെന്ന് പറയേണ്ടി വരും. അത് പറയേണ്ടി വരുമ്പോൾ നമ്മൾ ഈ വിഭജിക്കപ്പെട്ട ഒരു സമൂഹമായി ഹിന്ദു സമൂഹം മാറിയിട്ട് ഈ ഹിന്ദു സമൂഹത്തിന്റെ റെപ്രസെന്റേഷൻ, ക്രിസ്ത്യാനികളിനെ പോട്ടെ, ഹിന്ദു സമൂഹത്തിന്റെ മലബാറിലെ റെപ്രസെന്റേഷൻ ആർക്കാണ്? ഒരു രാഷ്ട്രീയക്കാർ ഇതിൽ നിൽക്കില്ല. ഞാനത് പറയുന്നത് സാംസ്കാരികപരമായിട്ട് ഈ ചരിത്രം
കൂടെ നിൽക്കേണ്ടവര് ആദ്യം കുത്തും. ഇപ്പൊ കിട്ടുന്ന കുത്തല എല്ലാം വൈകി കിട്ടുക. കുത്തല എല്ലാ ഭാഗത്തും വരും ടീച്ചറെ. അതെ, ഒരാളും സഹായിക്കാണ്ടാവില്ല. നെട്ടോട്ടോടെ 10 ലക്ഷം രൂപയാണ് ഞാൻ ഇതൊന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഈ മുറിച്ചു മാറ്റിയ ചരിത്രം പുറത്തിറക്കാൻ വേണ്ടി 10 ലക്ഷം രൂപയാണ് ഞാൻ ചെലവാക്കിയത്. ബോംബെയും കേരളമായിട്ട് ഓടിയത്. ഇത് മുടക്കാൻ വേണ്ടി ശ്രമിച്ചത് ആരാണ്? അതാലോചിക്കണം. ഇതിന് ആദ്യം അള്ളു വെച്ചത് ആരാണ്? ഈ മലബാർ ചരിത്രം പുറത്തു വരുന്നപ്പെട്ട് പാർവതിയായിരുന്നു സെൻസർ ബോർഡില്. ഈ പാർവതി ആരാക്കിയത്? സുരേന്ദ്രനും മുരളീധരനും അല്ലേ? കമാന്ന് മിണ്ടിയോ? കമാന്ന് മിണ്ടിയില്ല. ചരിത്രം അവിടെയാണ് ഇപ്പൊ മലബാറിന്റെ ഒരു ഇത് പറയുമ്പോ ഈ പറയുന്ന രാഷ്ട്രീയമൊക്കെ ഒരു വശത്തേക്ക് അങ്ങോട്ട് മാറും. നിങ്ങൾ എന്തിനാണ് പറയുന്നത് ചോദിക്കുന്നത്? നിങ്ങൾക്ക് എന്താവശ്യമായിട്ടാണ് പറയുന്നത്? കാരണം തക്കിയയിൽ നിൽക്കണം. മലബാറിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശങ്ങൾ ഒഴിവാക്കാം. പറയാ അല്ലെ? ഈ വിഷയത്തിലുള്ള ഒരു പ്രശ്നം അതാണ്. അതായത് സാമ്പത്തിക സ്രോതസ്, ബൈജു, മലബാറിലെ സാമ്പത്തിക സ്രോതസ്സാണ് ഇന്ന് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്നത്. എല്ലാ രാഷ്ട്രീയവും നിൽക്കുമ്പോഴും എല്ലാ രാഷ്ട്രീയത്തിനും സാമ്പത്തികമാണ്. ഞാൻ BJP എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ഏത് രാഷ്ട്രീയം നിലകൊള്ളുമ്പോൾ അവിടെ ഒരു പണത്തിന്റെ ആധിപത്യമുണ്ട്. ആ പണത്തിന്റെ ആധിപത്യം ഇന്ന് ബൈജു എടുത്തു. ഇന്ന് മീഡിയയിൽ ഏറ്റവും കൂടുതൽ പരസ്യം വരുന്നത് ആരതാണ്? മലബാർ ഗോൾഡ് മുതൽ ആണല്ലോ. അപ്പൊ മാധ്യമം ആർക്ക് വേണ്ടി നിൽക്കും? ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് എവിടെ നിന്നാണ്? ഇതേ സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നാണ്. നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. അപ്പൊ ഇങ്ങനെ ഒരു സാമ്പത്തിക സ്രോതസ് മലബാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മലബാറിലെ MP MLA-മാരൊക്കെ ആരാണ്? നീ ഇത് നോക്കൂ. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് ലുലു മുതലാളിക്കാണല്ലോ. ഏത് ഗവൺമെന്റ് വന്നാലും മോദിജി ആണെങ്കിലും ശരിയല്ലേ? അപ്പൊ മലബാറിന്റെ സാമ്പത്തിക സ്വാധീനം, ആ സാമ്പത്തിക സ്വാധീനം ഉണ്ടാകുമ്പോ അത് രാഷ്ട്രീയത്തെയും ബാധിക്കും. ഞാനൊരു സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ രാഷ്ട്രീയത്തിന്റെ ബാധിക്കും. അപ്പൊ ഈ രാഷ്ട്രീയ ഈ പറയുന്ന ഇത്ര കാലമായിട്ടും നമുക്ക് ഇത്രയൊക്കെ അധികാരം കിട്ടിയിട്ടും ഈ മലബാറിന്റെ അതല്ലെങ്കിൽ ഈ മാപ്പിള ലഹളയുടെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? അവിടെ ചില നീക്കുപോക്കുകൾ എല്ലാവരും നടത്തുന്നുണ്ട്. ആ നീക്കുപോക്കുകൾ കൊണ്ടാണ് മലബാറിന്റെ ചരിത്രം കുട്ടികൾ പഠിക്കാതെ പോകുന്നത്. ഇത് കാണേണ്ടതാണ്, ഇത് കാണിക്കേണ്ടതാണ് എന്ന് പറയാൻ ആരുണ്ട്? സമൂഹം അങ്ങനെ. ഇപ്പൊ നമ്മള് മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ മലപ്പുറത്തിന്റെ ഈ ചരിത്ര വഴികളിലൂടെ വരണം. ആ ചരിത്ര വഴികളിലൂടെ വരുമ്പോ അടുത്ത കാലത്ത് ഒരു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ഞാൻ പോയിരുന്നു. ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി അവിടുത്തെ കിണർ വൃത്തിയാക്കിയപ്പോ 48 തലയോട്ടികളാണ് കിണറ്റിനകത്ത് കിട്ടിയത്. ബൈജുവിനറിയാം. 48 തലയോട്ടികൾ. ഒരു അന്വേഷണം ഒന്നും പറഞ്ഞിട്ട് ഒരു വാർത്ത പോലും വരാതെ അതിനെ എടുത്ത് സംസ്കാരം ചെയ്ത് അടക്കി. അങ്ങനെ ഒന്ന് ചെന്ന് നോക്കൂ. ഈ മലബാറിന്റെ ഓരോ മൂലയിലും പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രങ്ങള് ഈ ക്ഷേത്രത്തിന്റെ ഭൂമി എവിടെ പോയി, ആ ക്ഷേത്രത്തിനകത്ത് കൊല്ലപ്പെട്ടവര് എത്ര പേര്, ഇതൊന്നും ചരിത്രമില്ല. ഇന്നും നമുക്ക് മഞ്ചേരി ചെന്നാൽ, മഞ്ചേരി തറവാടുകളിലേക്ക് ചെന്നാൽ ഈ വെട്ടുകൊണ്ട് ആഴ്ന്നിറങ്ങിയ പാടുകൾ അവിടെയുണ്ട്, ഇല്ലേ? അപ്പന്നപുരാന്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് അന്ന് വെട്ടിയ പാടുകൾ. മാപ്പിളകാര് വെട്ടിയ പാടുകൾ ഇപ്പോഴും ഉണ്ട്. എന്തേ പ്രസിദ്ധീകരിക്കാൻ മടി? എന്തേ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ മടി? എന്തേ ചർച്ച ചെയ്യപ്പെടാത്തത്? ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും ഭയമാണ്. ഞങ്ങൾ ആരെ വിശ്വസിച്ചിട്ട് അതൊക്കെ പറയേണ്ടത്? ഞങ്ങൾ ആരെ വിശ്വസിച്ചു? ഈ നിലമ്പൂർ കോവിലകത്തിന്റെ കഴിഞ്ഞ വർഷം നിലമ്പൂർ കോവിലകത്തിന്റെ ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയിരുന്നു. അത് ഉള്ളിലേക്ക് കയറി പകർത്താനുള്ള പെർമിഷൻ കിട്ടാത്തത് കൊണ്ട് പുറത്തുനിന്ന് ഞാൻ പകർത്തിയിരുന്നു. കാരണം നിലമ്പൂർ കോവിലകത്തിന്റെ വളപ്പിനുള്ളിൽ ഇപ്പോൾ ഒരു മുസ്ലിം പള്ളി വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇന്നിപ്പോ കോവിലകത്തിന്റെ അനന്തരാവകാശികളൊക്കെ ഇത് ഇട്ടെറിഞ്ഞ് ഓടിയ പോലെയാണ് പോയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ വീഡിയോ നമ്മുടെ ചാനലിൽ എന്റെ നാടായതുകൊണ്ട് ഞാനത് പകർത്തി ജസ്റ്റ് ഒന്ന് ഇട്ടപ്പോഴേക്കും കോവിലകത്തെ തമ്പ്രാക്കന്മാർ വ്യത്യസ്ത രീതിയിൽ ഭീഷണിയുമായിട്ടാണ് വിളിച്ചത്. അപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഭയങ്കര ഭയമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിയാൽ പോലും. മലബാർ കലാപത്തിൽ 12 പേര് കൊല്ലപ്പെട്ടത് ആദ്യം ഈ നിലമ്പൂർ കോവിലകത്താണ്, അല്ലേ?
അവിടുന്ന് ആ തുടക്കം 12 പേര് കൊല്ലപ്പെടുന്നത് നിലമ്പൂർ പൗരത്വ. അവിടെ ചെന്ന് ഞാൻ പെർമിഷൻ ചോദിച്ചതാ ഷൂട്ടിങ്ങിന്, പറ്റില്ല, കിട്ടി. ഇന്ന് മാത്രമല്ല സർ, ഇന്ന് നമ്മള് നിലമ്പൂരിന്റെ ഒരു ഉത്സവമായിരുന്നു ഈ നിലമ്പൂർ കോവിലകമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആ ക്ഷേത്രവുമായിട്ട്, വേട്ടക്കരമകൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പാട്ടുത്സവം ഇന്നിപ്പോൾ നിലമ്പൂർ സിറ്റിയിൽ ടൗണിലേക്ക് മാറ്റിയിട്ട് നിലമ്പൂർ ഫെസ്റ്റ് ആക്കി മാറ്റി. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അതങ്ങോട്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിനല്ല ഇന്ന് പ്രാധാന്യം, അവിടെ ആടിപ്പാടി തിമർക്കുന്ന ലഹരി മാഫിയകളെ കൊണ്ട് തഴച്ചു വളരുന്ന മാഫിയകൾക്കാണ് എന്നുള്ളതാണ്. ആദ്യമായിട്ട് മറ്റേ ബോംബ് പൊട്ടിയത്, ക്ഷേത്രത്തിന്റെ ബോംബ് പൊട്ടിയത് നിലമ്പൂരില്ലേ? അത് ഇന്നും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ച് 2 പ്രാവശ്യം ക്ഷേത്രം കത്തിപ്പോയതല്ലേ ഈ കോവിലകത്തിന്റെ ക്ഷേത്രം? ആരെങ്കിലും പറയുമോ? ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെ ഭരിക്കുന്നത്. 3000-4000 ഏക്കർ ഉണ്ടായിരുന്നത് ഇപ്പൊ 300 ഏക്കറിലേക്ക് മാറി. ഞാൻ പോയി അവിടുത്തെ ഈ അറപ്പുരയൊക്കെ ദ്രവിച്ച് ചെതല് തിന്ന് ഇല്ലാണ്ടായി. ആർക്ക് വേണം? അപ്പൊ ചില കാര്യങ്ങൾ പറയുമ്പം നമ്മളിത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ആ പറയുമ്പോ ഈ വിഷയം പറഞ്ഞ് നാളെ മുതൽ എനിക്ക് ബൈജുവിനും എനിക്കൊക്കെ നമ്മൾ മലപ്പുറത്തെ കുറിച്ച് സംസാരിച്ചല്ലോ, എന്തായിരിക്കും അവസ്ഥ? ഇതിന്റെ അടിയിൽ വരുന്ന ഇത് കാണണം, ഇതിന്റെ അടിയിൽ വരുന്ന നമ്മൾ അനുഭവിക്കാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ചരിത്രം പറയാൻ വേണ്ടി പോയിട്ട് ഇപ്പൊ മലബാറിന്റെ ചരിത്രം ഈ പറയുന്ന ഖണ്ഡശ ഉണ്ടാക്കിയിട്ടും അതിന്റെ ആ തീഷ്ണതയോടുകൂടി ഇപ്പൊ ജനൻ ടി വി സീരീസ് ചെയ്തു, സിജു കടത്തെടുത്ത് സീരീസ് ചെയ്തു. പക്ഷെ എന്ത് പറ്റി? അതിന്റെ ഒരു അപ്പുറത്തേക്ക് കിടക്കാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ ജനൻ ടി വി കഴിഞ്ഞില്ല. ജനൻ ടി വി പോലെ ഒരു ചാനലിൽ കഴിയുന്നില്ല. കേരള ശബ്ദമാണ് ഖണ്ഡശ പ്രസിദ്ധീകരിച്ചിരുന്നത്. ലാസ്റ്റ് മലബാർ ചരിത്രത്തിലെ ഈ പറയുന്ന വെട്ടും കൊലയും കുറിച്ച് അന്ന് പങ്കെടുത്ത ആളുകളുടെ ചരിത്രം കേരള ശബ്ദം പ്രസിദ്ധീകരിച്ചു. അതിനെപ്പോലും ഇപ്പം എന്തായി? കുമാരനാശൻ എങ്ങനെയാ കൊല്ലപ്പെട്ടെന്ന് പറയണ്ടേ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. കൊല്ലപ്പെട്ടെന്നാ പറയാൻ പറ്റുള്ളൂ. യാത്ര ചെയ്ത ആളെങ്ങനെ എഞ്ചിൻ റൂമിന്റെ അകത്ത് കയറുന്നു? ആരും അന്വേഷിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ദുരവസ്ഥ തന്നെയാണ്. ദുരവസ്ഥ പറഞ്ഞത് കൊണ്ടാണ് കുമാരനാശാൻ ഇല്ലാണ്ടായത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ മലബാറിന്റെ സമൂഹം വൃത്തികെട്ടവനായിട്ട് എന്നെ കണക്കാക്കുന്നതിന്റെ കാരണം എന്താ? ഈ പറയുന്ന വാര്യംകുന്നൻ ഒന്നും അല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവര് പൊക്കിക്കൊണ്ടുവന്ന് ഈ 100ാം വാർഷികം ഭയങ്കര പൊക്കിക്കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുവരുമ്പം ഈ പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന ആ സിനിമയാണ് മലബാറിലെ ഈ രണ്ടാമത് ചരിത്രം ചർച്ച ചെയ്യപ്പെട്ടത്. 1 വർഷം ചർച്ച ചെയ്യപ്പെട്ടു. ഈ ലേഖനം, ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ PDF ജനങ്ങൾക്ക് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടന്നു. മുഴുവൻ ആളുകൾ വായിച്ചു. നമ്മൾ സിനിമ എത്ര പേര് കണ്ടു എന്നുള്ളതല്ല, പക്ഷെ ആ സിനിമ കൊണ്ട് ഉണ്ടായതെന്താണ്? ഈ ചരിത്രം ഇന്നത്തെ കുട്ടികൾ മുഴുവൻ പഠിച്ചു. ഈ ബസ്സിലുള്ള ആളെ കൊണ്ടുവന്നിട്ടും സംഗതി പൊന്തിയില്ല. ആരാണ് വാര്യംകുന്നൻ? പേടിത്തൊണ്ടനായ വാര്യംകുന്നൻ ആരാണെന്ന് ജനം ബോധ്യപ്പെട്ടു. അതോടുകൂടി അത് തീർന്നു. അപ്പൊ നമ്മള് വ്യക്തിപരമായിട്ട് മുന്നോട്ട് പോയാലേ നടക്കുള്ളൂ. ഒരു സഹായം ഒന്നും കിട്ടില്ല ഈ ചരിത്രം പറയുമ്പോൾ. ശരിയാണ്. രാമസിംഹൻ പറഞ്ഞത് വളരെ ശരിയാണ്. ചരിത്രം സത്യസന്ധമായി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായി മുന്നോട്ട് പോകാനേ പറ്റൂ. സംഘടനാപരമായി, ഗവൺമെന്റ് പരമായി, പാർട്ടി പരമായി ആരെങ്കിലും സഹായിക്കും എന്ന് കരുതുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. രാമസിംഹന്റെ അനുഭവം പറഞ്ഞപ്പോ ഞാനിപ്പോ തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചില ഉദ്യമങ്ങൾ നടത്തിയതിന്റെ പേരിൽ എനിക്കും വളരെ ക്രൂരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നുകൂടെ തുറന്നു പറയാം, പുറത്തുനിന്നല്ല, അകത്തുനിന്ന്. അകത്തുനിന്നാ വരുന്നത്. എന്നോട് തന്നു ചോദിച്ചത് നിങ്ങൾ മുസ്ലിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു പാലമായിരിക്കൂ എന്നാണ് എന്റെ അടുത്തൊരു നേതാവ് പറഞ്ഞത്. നമുക്ക് ആശയപരമായിട്ട് സത്യസന്ധമായിട്ട് പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റില്ല. അതല്ല ജി, അങ്ങനെ നമുക്കങ്ങ് വഴങ്ങി കൊടുത്തിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? യഥാർത്ഥ ചരിത്രം ചെകഞ്ഞെടുക്കണ്ടേ? നമ്മൾ ഫൈറ്റേഴ്സ് അല്ലേ? നമുക്ക് ചെയ്യാം. ടീച്ചറെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് തന്നെയല്ലേ? ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ?
ഇപ്പൊ ടീച്ചർ മെനക്കെടുന്നു, ഞാൻ മെനക്കെടുന്നു, ഇവിടുത്തെ എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള വിഭാഗങ്ങൾ വന്നു. എന്താണ് ഇസ്ലാമിക് തീവ്രവാദം എന്ന് പഠിപ്പിച്ചത് മറ്റാരെക്കാളും ഈ പറഞ്ഞ എക്സ് മുസ്ലിംസും ഈ രാമസിംഹനും ഒക്കെ തന്നെയാണ്. 10-20 വർഷമായില്ല നമ്മൾ തുടങ്ങിയിട്ട്. ആ 20 വർഷത്തിന്റെ മാറ്റമാണ് ഇപ്പൊ കേരളത്തില് ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ പരിപാടികൾക്ക് പങ്കെടുക്കുന്നത്, അതല്ലെങ്കിൽ ഇതിന് പ്രേക്ഷകരെ കിട്ടുന്നത്. ഇപ്പൊ ആരിഫ് ഹുസൈന്റെ കോയ കോളിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രോഗ്രാം പോലും എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് എന്നുള്ളത് അവിടെ വരുന്ന മുസ്ലിങ്ങളുടെ ശബ്ദം കേൾക്കുന്ന നമുക്ക് അറിയാൻ പറ്റും. തെറി പറയുന്നവർ മാത്രമല്ല വരുന്നത്, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറയുന്ന ഒരു ആധുനിക സമൂഹവും വരുന്നുണ്ട്. അപ്പൊ നമ്മളെപ്പുറത്ത് കുറച്ച് ആൾക്കാർ ഇത് ശബ്ദം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് സമൂഹത്തിൽ മാറ്റം വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഒറ്റപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദുരിതം വരുമ്പോഴോ ആക്രമണം വരുമ്പോഴോ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. അല്ല, അവിടെ താമസിക്കാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അങ്ങ് പറയുന്ന ഈ വസ്തുതകൾ ഒരു 4.5 പതിറ്റാണ്ട് മുമ്പ് അനുഭവിച്ച അനുഭവമുള്ള ആളാണ് ഞാൻ. ഞങ്ങളൊക്കെ അന്ന് RSSന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് 50 കൊല്ലം മുമ്പാ. അന്ന് നാട്ടിൽ ആരുമില്ല നമ്മൾ അനുകൂലിക്കാൻ, വീട്ടിൽ ആരുമില്ല അനുകൂലിക്കാൻ. നാട്ടിലും വീട്ടിലും ആരുമില്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ ആദർശപരമായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ട് വരുന്നത് വരട്ടെ. അന്ന് നമ്മുടെ കയ്യിൽ പണമില്ല, അന്ന് പോലീസില്ല, അധികാരമില്ല, കേന്ദ്രഭരണമില്ല, മീഡിയ ഇല്ല, ഒന്നുമില്ല, അജ്ഞാതമാണ്. ആ കാലത്ത് ഇറങ്ങിത്തിരിച്ചതിന്റെ കരുത്തുകൊണ്ടാണ് രാമസിംഹൻജി ഞാൻ ഇപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത്, ഇപ്പോഴും ഇങ്ങനെ പ്രവർത്തന ധൈര്യം കാണിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് ഒറ്റയ്ക്ക് പോകാം, നമുക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട. മലബാറിന്റെ ഈ 21ന്റെ ചരിത്രം ഏറ്റവും നന്നായി അറിയുന്ന ഒരാള് ഇപ്പം നമ്മുടെ ചിദാനന്ദപുരി സ്വാമിജിയുടെ ആശ്രമത്തിലുണ്ട്, വാസുവേട്ടൻ. വാസുവേട്ടൻ അവിടെ എല്ലാം പഠിച്ചതാണ്. എന്തിനാണ് ഇപ്പൊ രാമസിംഹനെ പോലും ജനങ്ങൾ അറിയും. രാമസിംഹൻ ആരാണെന്ന് അറിയുന്നത് ഞാൻ ആ പേരെടുത്തിട്ടുണ്ടാകും. അതിന്റെ മുന്നേ രാമസിംഹനെ അറിയില്ല. ആരാണ് രാമസിംഹൻ? ആദ്യത്തെ കൊലപാതകല്ലേ, ഇസ്ലാമിസ്റ്റുകളുടെ ആദ്യത്തെ നിഷ്ഠൂരമായ വധമല്ലേ രാമസിംഹന്റെ. അപ്പൊ നമ്മളിത് എടുത്തിടുന്നത്, ഇപ്പൊ എനിക്ക് വേറെ എത്ര പേരുണ്ടായിരുന്നില്ല, രാമൻ കൃഷ്ണനോ എന്തോ പേരിടാം, പക്ഷെ രാമസിംഹൻ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ജനങ്ങൾ, കുട്ടികൾ അന്വേഷിക്കണം, ആരാണ് ഈ രാമസിംഹൻ. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ കർമ്മം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതാണ്. ഈ ചർച്ച തന്നെയാണ് ഏറ്റവും വലുത്. ഇന്ന് മലബാറിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, കഴിഞ്ഞ ഒരു ബൈജുവിന്റെ ഇതിൽ തന്നെ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ ഫേസ്ബുക്കിലും ഈ നവമാധ്യമങ്ങളിൽ ഇട്ട് അലക്കാൻ എളുപ്പമാണ്. ഞാൻ അതിന് അപ്പുറത്തിന്റെ മറുപടി, നവമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ സംവദിക്കുന്നത് 10,000-കണക്കിന് ആൾക്കാരോടാണ്. അത് ലക്ഷക്കണക്കിലേക്ക് എത്തും ഒരു അതേപോലെ നമ്മൾ ഒറ്റയ്ക്ക് നേരെ ടൗണിലേക്ക് പോയിട്ട് 10 ആൾ കൂടി മീറ്റിംഗ് പറഞ്ഞാൽ 10 പേരെ കേൾപ്പുള്ളൂ. അപ്പം ആധുനികത ആ മാധ്യമത്തെ നമ്മൾ യൂസ് ചെയ്യണം. ചരിത്രത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ മാധ്യമങ്ങളെ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന എനിക്ക് ബ്ലോക്ക് കിട്ടുന്നു, ബൈജുന് ബ്ലോക്ക് കിട്ടുന്നു, കേസ് വരുന്നു, നിരന്തരമായ ബ്ലോക്ക് കിട്ടുന്നു. ഞാനിപ്പോ 4 യൂട്യൂബ് തുടങ്ങി, 3 ബ്ലോക്കായി, 4ാമത്തെ സ്റ്റുഡിയോ ഉണ്ടാക്കി ഇപ്പൊ നമ്മൾ തുടങ്ങാൻ വീണ്ടും പോവുകയാണ്. എന്റെ ഫേസ്ബുക്ക് 4 പോയി. അതെ ടീച്ചർ, എന്താണ് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്? ഞാന് രാമസിംഹൻജി ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഈ 4-5 വർഷത്തിന് മുമ്പ് ജയസൂര്യൻ സാറെ എനിക്ക് ഒരു ജനകീയ കോടതിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ ഡോക്ടർ അരുൺകുമാർ മൊട്ട അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. അതിനകത്ത് ഞാനും ഒരു ഷുഹൈബുൽ ഹൈത്തമി എന്ന് പറയുന്ന ഒരു മുസ്ലിം പുരോഹിതനും, പിന്നെ ഞാൻ സംഘിയാണെന്ന് പറഞ്ഞ എന്റെ രാഷ്ട്രീയത്തെ എതിർക്കാൻ വേറൊരാളും, ഞാൻ ഒറ്റയ്ക്ക് അരുൺകുമാറും അവരുടെ പക്ഷത്തങ്ങ് ചേർന്നു. അങ്ങനെ ഡിബേറ്റ് വളരെ ഗംഭീരമായി പോയി. 1 മണിക്കൂറും ഏതാണ്ട് 10 മിനിറ്റോളം ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പോയത് ഇസ്ലാം സമാധാനമാണോ, ആർക്കാണ് സമാധാനം നൽകുന്നത്, അതായിരുന്നു നമ്മുടെ ടൈറ്റിൽ. ഞാൻ അവസാനം വരെ ആ ടൈറ്റിലിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിച്ചു. അപ്പൊ ഒടുവില് എന്റെ എതിരാളിയായിരുന്ന മുസ്ലിം പുരോഹിതൻ, അത് പിന്നെ ഇസ്ലാമില് ചിത്രവധമൊന്നും ഇല്ല, അതൊക്കെ ഉള്ളത് ഹൈന്ദവ ക്രൈസ്തവ പുരോഹിത വർഗങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ അവരുടെ പുരാണങ്ങളിലൊക്കെയാണുള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഖുർആനിൽ ഇന്ന അധ്യായം ഇന്ന വചനത്തില് ചിത്രവധം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, എടുത്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വചനം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നിനും വിട്ടുകൊടുത്തില്ല, രാഷ്ട്രീയം പറഞ്ഞു. അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് കമ്മിയാകാമെങ്കിൽ എനിക്ക് സംഖ്യയാകാം, ഇദ്ദേഹത്തിന് സുഡാപ്പിയുമാകാം, അതിനെന്താ ഇപ്പോഴുടെ പ്രശ്നം? ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാം, മതം ഉണ്ടെങ്കിൽ മതം, മതമില്ലെങ്കിൽ മതരാഹിത്യം, എല്ലാം സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ഒടുവില് ഈ ഡിബേറ്റ് അവസാനിക്കാതെ നീണ്ടുപോയി.
ഞാൻ ഒരു പൊടിയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല, പോയി. കുറെ കഴിഞ്ഞു, ഈ ഡിബേറ്റ് അങ്ങോട്ട് വരുന്നില്ല, ടെലികാസ്റ്റ് ചെയ്യുന്നില്ല, ഒത്തിരി കഴിഞ്ഞു. ഞാൻ പിന്നീട് മൊട്ട അരുണിനെ വിളിച്ചു. സാറേ എന്ത് പറ്റി, ഇത് വരുന്നില്ല? ഞങ്ങൾക്ക് ഒരുപാട് സമ്മർദ്ദമുണ്ട് ടീച്ചറെ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങളൊരു 100ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണിത്. 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്. ഞങ്ങൾ ഇത് ടെലികാസ്റ്റ് ചെയ്താലേ ഇനി ഞങ്ങളുടെ സ്ഥാപനം ഇവിടെ ഉണ്ടാവത്തില്ല, ഒക്കെ സാധാരണക്കാരല്ലേ, ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചു പോകണ്ടേ. എവിടെ എത്തിയെന്ന് നോക്കിക്കേ. നമ്മളെ പ്രതിരോധിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളും സംവിധാനങ്ങളും പുരോഹിതരും സംഘടനകളും ഇവിടെയുണ്ട്. എന്നിട്ടും നമ്മുടെ നേർക്ക് നേരെ സത്യങ്ങൾ തുറന്നു പറയേണ്ടുന്ന മാധ്യമങ്ങൾ പോലും ഇങ്ങനെ ഭയന്ന നമ്മൾ എന്ത് ചെയ്യും? ഒരു രക്ഷയുമില്ല. സത്യത്തിന്റെ മുഖം വികൃതമാണ് എന്ന് പറയുന്നത് പോലെ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ ഗാന്ധിജി വളരെ നല്ല ആളാണ്, പക്ഷേ മലബാർ കലാപത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഡോക്ടർ അംബേദ്കർ നല്ലവരിൽ നല്ലവനാണ്, പക്ഷെ മലബാർ കലാപത്തെ കുറിച്ച് ആനി ബസന്റ് സൂപ്പർ ലേഡിയാണ്, പക്ഷേ മലബാർ കലാപത്തെ കുറിച്ച് പറ്റില്ല. കുമാരനാശാൻ ഒക്കെ നല്ലതാണ്, നല്ല കവിയാണ്, പക്ഷെ മലബാർ കലാപത്തെ കുറിച്ച് പറ്റില്ല. ഉറൂബ് വളരെ നല്ല എഴുത്തുകാരനാ, മലബാർ കലാപത്തെ കുറിച്ച് കണ്ടോ? എല്ലാം നമുക്ക് അനുകൂലമായിട്ട് ആര് പറയുന്നോ അവരെ നമ്മൾ എടുക്കും. നമ്മുടെ ഈ തീവ്രവാദ ആശയങ്ങളെയും സ്വേച്ഛാധിപത്യത്തെയും ഈ മതവൽക്കരണത്തെയും ആരെതിർക്കുന്നോ അവരെ നമ്മൾ എതിർക്കും. അങ്ങനെ ഞമ്മന്റെ വാരിയംകുന്നൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെ കുറിച്ച്, മാപ്പിള ലഹളയെ കുറിച്ചുമൊക്കെ ഈ സത്യം ജനങ്ങളൊന്ന് അറിയണ്ടേ? ഒന്നും വേണ്ട, വാരിയംകുന്നന്റെ മരണമൊഴിയെങ്കിലും വായിച്ച് കരയുന്ന നമ്മുടെ സ്പീക്കറുടെ അവസ്ഥയും ഒന്ന് കണ്ടാ മതി. ഇപ്പൊ മലബാർ പ്രത്യേകമായിട്ടൊരു സംസ്ഥാനമാക്കണമെന്ന് പറഞ്ഞത് SDPI അല്ല, തറവാടികളുടെ പാർട്ടി എന്നറിയപ്പെടുന്ന സംഘികൾ വരെ പ്രശംസിച്ചു കൊണ്ട് നടന്ന മുസ്ലിം ലീഗാണ്. ഈ മുസ്ലിം ലീഗാണ് ഒടുവില് അമ്പലനടയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്നൊക്കെ വെല്ലുവിളിച്ചത്. ഇതേ മുസ്ലിം ലീഗാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ തിരൂരിൽ വരുന്നതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് എതിർത്തത്. ഇതേ മുസ്ലിം ലീഗാണ് ഇലക്ഷന് തിരഞ്ഞെടുപ്പ് സമയത്ത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായിട്ട് ഒരു ഡിങ്കോഡാൽഫി സെറ്റിൽമെന്റ് ചർച്ച നടത്തിയത്. ഇതേ മുസ്ലിം ലീഗ് തന്നെയാണ് മാറാട് വംശഹത്യക്ക് പിന്നിലും ഉണ്ടായിരുന്നത്. ഇതേ മുസ്ലിം ലീഗ് തന്നെയാണ് വ്യവസായ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ഞമ്മന്റെ ആൾക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി, സാമുദായിക ഉന്നമനത്തിനു വേണ്ടി ആ വകുപ്പുകളെല്ലാം ദുരുപയോഗം ചെയ്തത്. ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ നമ്മൾ ചങ്കി, നമ്മൾ ചാണകം. ശരിയെന്നേ, നമ്മൾ അങ്ങനെ ആകാൻ തയ്യാറാ. ഇതുപോലെയുള്ള ചർച്ചകൾ ഇനിയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പുതിയൊരു സംരംഭത്തിലേക്ക് കടക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള രാമസിംഹൻജി ആണെങ്കിലും ജയസൂര്യൻ സാർ ആണെങ്കിലും നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം. കാരണം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പാതയാണ്. ടിപ്പു സുൽത്താന്റെ ഒക്കെ മതം മാറ്റ ചരിത്ര കഥകളും വീരസാഹസികതകളും ഒക്കെ നമ്മൾ പുറത്തു കൊണ്ടുവന്നാൽ പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല. അതിന്റെ പേരിൽ ഇവര് നമ്മുടെ കുടുംബത്തെ ആയിരിക്കും ആദ്യം ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി അത്തരത്തിലൊരു ഉദ്യമം കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സാറിനോട് ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. സാർ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ ജയസൂര്യൻ സാർ? ഇല്ല, നമുക്ക് സമാപിക്കാം. ഇപ്പൊ 1.5 മണിക്കൂറായി. 1.5 മണിക്കൂർ. യെസ്, ഓക്കെ. ഇതിലധികം കൂടുതലൊന്നും പറയാനില്ല. കാരണം മലപ്പുറം ജില്ല ആർക്കും സ്ത്രീധനമായി കിട്ടിയതല്ല. കാരണം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത അവരോട് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അറബി മാതൃഭാഷയായി കാണുന്ന, പാകിസ്ഥാനെ മാതൃരാജ്യമായി കാണുന്ന, അതല്ലെങ്കിൽ പാകിസ്ഥാനെ ഈ ബാപ്പയായി കാണുന്ന ആ രീതിയിലേക്ക് മാറിയിട്ടുള്ള, സംസ്കാരത്തിലേക്ക് മാറിയിട്ടുള്ള ആളുകളോട് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. മലപ്പുറത്തിന്റെ സംസ്കാരം എന്തായിരുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിലും വാരിയംകുന്നന്റെ ചരിത്രം തന്നെ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചാൽ മതി. അതിന് സംഘികൾ എഴുതിയ കിതാബ് ഒന്നും നിങ്ങൾ റെഫർ ചെയ്യേണ്ട. എന്താണ് കുമാരനാശാൻ പറഞ്ഞത്, അതല്ലെങ്കിൽ നേരത്തെ ടീച്ചർ പറഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികളെയും എടുത്തെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ മാധവൻ നായരായാലും ഈ പറയുന്ന കുമാരനാശനായാലും എല്ലാവരുടെയും അവരെഴുതിയിട്ടുള്ള ചരിത്രം തന്നെ റെഫർ ചെയ്താൽ മാത്രം മതി. നമ്മുടെ രാമസിംഹൻജി സിനിമയായിട്ട് തന്നെ അത് ഇറക്കിയിട്ടുണ്ട്. ആ സിനിമ കാണാത്തവർ ഇന്നെങ്കിലും നിങ്ങൾ ഖേദിക്കുക. കാരണം അന്ന് ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ടും അതിന്റെ ആ ദൃശ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ലായിരുന്നു എന്ന് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വീണ്ടും പറയട്ടെ, മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ആർക്കും സ്ത്രീധനം കിട്ടിയതല്ല. ഞമ്മന്റെ ആൾക്കാർക്ക് തോന്നിയവാസം കാണിക്കാൻ വേണ്ടി കിട്ടിയ നാടല്ല. ഭാരതത്തിന്റെ പാവയ്ക്ക വലിപ്പത്തിലുള്ള ഒരു സംസ്ഥാനം
സംസ്ഥാനം മാത്രമാണ് കേരളം. ആ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിലുള്ള ഒരു ജില്ല മാത്രമാണ് മലപ്പുറം എന്നത് കൂടി കൂട്ടിച്ചേർക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഗംഭീരമായി തന്നെ എല്ലാ അതിഥികളും ചർച്ചയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.